ഓക്കെ, അപ്പം നമുക്ക് ഫൈനൽ പാർട്ടിലേക്ക് പോവാം. അപ്പം നമ്മൾ 2 പാർട്ട് ഓൾറെഡി ചെയ്തു, കോംപ്രഹെൻഷനും ചെയ്തു, അതേപോലെ സെറ്റ് എയിലുള്ള 40 ക്വസ്റ്റ്യൻസ് വരെയുള്ള മാത്സ് പാർട്ടും ചെയ്തു. ഇനി അതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസും കൂടി മാത്സിൽ വരുന്ന ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് റീസണിങ് വരുന്ന ബാക്കി ക്വസ്റ്റ്യനും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ 45th ക്വസ്റ്റ്യൻ എടുക്കാം. അപ്പോൾ ഇത് ഒരു വർക്ക് ആൻഡ് ടൈമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിൽ ടാങ്ക് ഫില്ല് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലേ. എ സെറ്റ് ഓഫ്, ഇത് പക്ഷേ UPSC ജനറലി ചോദിക്കുന്ന രീതിയിലല്ല, കുറച്ചും കൂടി അതിൽ ചെറിയ ഇന്നോവേറ്റീവ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. എ സെറ്റ് ഓഫ് 20 പൈപ്പ് ക്യാൻ ഫിൽ 70% ഓഫ് എ ടാങ്ക് ഇൻ 40 മിനിറ്റ്. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് 20 പൈപ്പാണ്. ഇത് 70% ഓഫ് ദ ടാങ്ക് 14 മിനിറ്റിലാണ് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഫുൾ ടാങ്ക് എത്ര മിനിറ്റിൽ ഫില്ല് ചെയ്യും? ഫുൾ ടാങ്ക് ഫില്ല് ചെയ്യാന്ന് പറഞ്ഞാൽ 100% ഫില്ലിംഗ് എത്ര മിനിറ്റിലാണ്? അപ്പം ജസ്റ്റ് ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ എക്സ് ഇൻറ്റു 70 എന്ന് പറഞ്ഞാൽ 100 ഇൻറ്റു 14 ആണ്. എന്ന് വെച്ചാൽ എക്സ് ഇസ് ഈക്വൽ ടു 100 ഇൻറ്റു 14/70 കിട്ടും. അപ്പോൾ ഒരു 0 ക്യാൻസൽ ചെയ്തു. 7 ഇൻറ്റു 2 ആണ് 14. അപ്പോൾ 20 മിനിറ്റ്സ് കിട്ടി. അപ്പോൾ നമുക്ക് മനസ്സിലായി എക്സ് എന്ന് പറഞ്ഞാൽ 20 പൈപ്പാണ്. എക്സ് 20 പൈപ്പ് 20 മിനിറ്റ് കൊണ്ടാണ് മൊത്തം ഫില്ല് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് നമുക്ക് വൈൻ്റെ കാര്യം നോക്കാം. ഓക്കെ, അപ്പോൾ വൈൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ വൈ ഈസ് എ സെറ്റ് ഓഫ് 10 പൈപ്പ്. വൈ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് 10 പൈപ്പാണ്. അത് 3/8 ഓഫ് ദ ടാങ്ക് 6 മിനിറ്റിൽ ഫില്ല് ചെയ്യും. അപ്പോൾ 3/8 ഓഫ് ദ ടാങ്ക് ആണ് 6 മിനിറ്റിൽ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഫുൾ ടാങ്ക് ഫില്ല് ചെയ്യാൻ എത്ര സമയം എടുക്കും ചോദിച്ചാൽ ഇത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 6 ഇൻറ്റു 8 ഇത് ഡിവൈഡഡ് ബൈ 3 അല്ലേ. 3/8 ആണ് 6. അപ്പോൾ 3/8 ഓഫ് ഫുൾ ടാങ്ക് ആണ് 6 മിനിറ്റ്. അപ്പോൾ ഫുൾ ടാങ്ക് എത്രയാണെന്ന് ചോദിച്ചാൽ 6 ഇൻറ്റു 8/3. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 16 കിട്ടും. അപ്പോൾ 16 മിനിറ്റ് കൊണ്ടാണ് വൈ ഫില്ല് ചെയ്യുന്നത്. 10 പൈപ്പുള്ള സെറ്റാണ് വൈ. അത് ഫില്ല് ചെയ്യുന്നത് ടോട്ടൽ മൊത്തം ഫില്ല് ചെയ്യുന്നത് 16 മിനിറ്റ്സ് കൊണ്ടാണ്. ഇനി തേർഡ് സെറ്റ് ഉണ്ട് സെഡ് ആണ്. സെഡ് എന്താ ചെയ്യുന്നത്? സെഡ് ക്യാൻ എംപ്റ്റി എ തേർഡ് സെറ്റ് ഓഫ് 16 പൈപ്പ് ഉണ്ട്. ഇറ്റ് ക്യാൻ എംപ്റ്റി ഹാഫ് ഓഫ് ദ ടാങ്ക് ഇൻ 20 മിനിറ്റ്. ഹാഫ് ഓഫ് ദ ടാങ്ക് 20 മിനിറ്റ്. അപ്പോൾ ഫുൾ ടാങ്ക് എത്ര മിനിറ്റിലാണ് എംപ്റ്റി ചെയ്യുക? 40 മിനിറ്റിലായിരിക്കും. ഹാഫ് 20 മിനിറ്റിലാണെങ്കിൽ ഫുൾ ടാങ്ക് 40 മിനിറ്റിൽ എംപ്റ്റി ചെയ്യും. അപ്പോൾ നമ്മൾ ഫുൾ ടാങ്ക് എന്തൊക്കെ സംഭവിക്കുന്നു ആണ് കണ്ടുപിടിച്ചത്. അപ്പോൾ എക്സ് ഫുൾ ടാങ്ക് 20 മിനിറ്റിൽ ഫില്ല് ചെയ്യും, വൈ ഫുൾ ടാങ്ക് 16 മിനിറ്റ് ഫില്ല് ചെയ്യും, സെഡ് ഫുൾ ടാങ്ക് 40 മിനിറ്റിൽ എംപ്റ്റി ചെയ്യും. ഓക്കെ, എന്നിട്ട് പറഞ്ഞു ഹാഫ് ഓഫ് ദ പൈപ്പ് ഓഫ് സെറ്റ് എക്സ് ആർ ക്ലോസ്ഡ്. ഇതിൻ്റെ ഹാഫ് ക്ലോസ് ചെയ്തു, പകുതി പൈപ്പ് ക്ലോസ് ചെയ്തു. അപ്പോൾ ടൈം എത്ര ടൈം കൊണ്ടായിരിക്കും ഫില്ല് ചെയ്യുക? പകുതി ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇരട്ടി ടൈം എടുക്കും അല്ലേ. പൈപ്പിൻ്റെ എണ്ണം കുറയല്ലേ, അപ്പോൾ ഇരട്ടി ടൈം എടുക്കും. അപ്പോൾ 20 മിനിറ്റ് കൊണ്ട് ഫില്ല് ചെയ്യുന്നത് ഇപ്പം 40 മിനിറ്റ് എടുത്തിട്ടായിരിക്കും ഫില്ലിങ് നടക്കുക. ഇനി വൈ ആണെങ്കിലോ, വൈയും ഹാഫ് ഓഫ് ദ പൈപ്പ് ഓഫ് വൈ ആർ ഓപ്പൺ. അപ്പോൾ വൈയിലും ഹാഫ് മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ. അപ്പോൾ വൈയും ഇരട്ടി ടൈം എടുക്കും. 16 മിനിറ്റ് എടുത്തുകൊണ്ടിരുന്ന വൈ 32 മിനിറ്റ് എടുത്തിട്ടാണ് ഫില്ല് ചെയ്യുക. ഓൾ ദ പൈപ്പ് ഓഫ് സെഡ് ആർ ഓപ്പൺ. സെഡ് എല്ലാം ഓപ്പൺ ആണ്. അപ്പോൾ പിന്നെ 40 മിനിറ്റ് തന്നെയാണ് എടുക്കുക. ഇങ്ങനെയാണെങ്കിൽ 50% ടാങ്ക് ഫില്ല് ചെയ്യാൻ എത്ര ടൈം എടുക്കും എന്ന് ചോദിച്ചാൽ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ ആദ്യം 50% അല്ല 100 ഫുൾ ടാങ്ക് എന്ന് കൺസിഡർ ചെയ്ത് നോക്കാം. എക്സ് 40 മിനിറ്റ് കൊണ്ട് ആ ഫുൾ ടാങ്ക് ഫില്ല് ചെയ്യുന്നത്. ഇപ്പം അതേ സെഡോ 40 മിനിറ്റ് കൊണ്ട് അതൊക്കെ കളയുകയും ചെയ്യും. അപ്പോൾ ഇത് രണ്ടും കൂടി അങ്ങ് ക്യാൻസൽ ഔട്ട് ആയി പോകും. 40 മിനിറ്റ് കൊണ്ട് ഒരാൾ ഫില്ല് ചെയ്യുന്നു, ഒരാൾ 40 മിനിറ്റ് കൊണ്ട് എംപ്റ്റി ചെയ്യുന്നു. അപ്പോൾ രണ്ടാളുടെ റേറ്റ് സെയിമാണ്. എന്ന് വെച്ചാൽ എക്സ് ഫില്ല് ചെയ്യുന്നതിനൊക്കെ സെഡ് ക്യാൻസൽ ഔട്ട് ചെയ്യുന്ന പോലെ എടുത്താൽ മതി. അപ്പോൾ എഫക്റ്റീവ്ലി അവിടെ വൈ മാത്രം വർക്ക് ചെയ്യുന്ന പോലെ എടുത്താൽ മതി. അപ്പം വൈ 32 മിനിറ്റ് കൊണ്ടാണ് ഫുൾ ടാങ്ക് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ പകുതി ടാങ്ക് ഫില്ല് ചെയ്യാൻ 16 മിനിറ്റ് ആയിരിക്കും എടുക്കുക. അപ്പോൾ ആൻസർ എന്ത് വരും? 16 ആയിരിക്കും ആൻസർ വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. If n is a natural number, then what is the number of distinct reminders of 1n plus 2n when divided? അപ്പോൾ എന്നിനെ ചുമ്മാ നിങ്ങൾ വാല്യൂ ഇട്ട് നോക്കിയാൽ മതി, വളരെ സിമ്പിളായിട്ട്. n നാച്ചുറൽ നമ്പറാണ്. അപ്പോൾ ഞാൻ n = 1 കൊടുക്കുകയാണെങ്കിൽ 1 plus 2 ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ എന്താ റിമൈൻഡർ? അപ്പോൾ 3/4 ചെയ്യുമ്പോൾ എന്താ റിമൈൻഡർ? 3 ആണ് റിമൈൻഡർ. ഞാൻ എന്നിനെ 2 കൊടുക്കാൻ വിചാരിച്ചോ. അപ്പോൾ 1² plus 2²/4. 1² 1, 2² 4. അപ്പോൾ 5/4 ചെയ്യുമ്പോൾ എന്താ റിമൈൻഡർ? 1 ആണ്. അപ്പോൾ 2 ആക്ച്വലി ഇനി എന്താ സംഭവിക്കുക? ഇനി n 3 ആകുമ്പോൾ 1/3 എന്തായാലും 1 തന്നെയാണ് ഇവിടെ. അപ്പോൾ ഈ ഒരു സാധനം എപ്പോഴും 1 ആയിരിക്കും അല്ലേ. 1 എന്ത് ചെയ്താലും 1 തന്നെയാണ് വരിക. ഇവിടെയോ 2 2 ആണ്, 2² 4 ആണ്. അടുത്തത് 2³ 8 ആവും അല്ലേ, ബൈ 4 ആയിരിക്കും. അടുത്തത് n 4 ആണെങ്കിലോ 2⁴ എന്ന് വെച്ചാൽ 16 ആവും. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഈ നമ്പറൊക്കെ 2² 4 ആണ്. അടുത്തതൊക്കെ എന്തായാലും 4ന്റെ മൾട്ടിപ്പിൾ അല്ലേ വരും, കാരണം 2² അതിൽ ഇൻക്ലൂഡഡ് ആണ്, 4 ഇൻക്ലൂഡഡ് ആണ്. 2³ 2² ഉണ്ട്, 2⁴ 2² ഉണ്ട്. അപ്പോൾ എല്ലാത്തിലും 4 ഇൻക്ലൂഡഡാണ്. അപ്പോൾ ഇതെന്തായാലും 4ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും.
അപ്പോൾ ഈ 8/4 ചെയ്യുമ്പോൾ എന്തായാലും റിമൈൻഡർ 0, 16/4 ചെയ്യുമ്പോൾ എന്തായാലും റിമൈൻഡർ 0. അപ്പോൾ ഇവിടെയൊക്കെ 1 അല്ലേ റിമൈൻഡർ വരിക. അപ്പോൾ ഇനി അങ്ങോട്ട് ഏത് നമ്പർ എടുത്താലും 1 അല്ലേ റിമൈൻഡർ വരിക, എല്ലാത്തിനും 1 റിമൈൻഡർ വരിക. അപ്പോൾ ഇവിടെ പക്ഷേ ഫസ്റ്റ് കേസിൽ 3 റിമൈൻഡർ വന്നായിരുന്നു. അപ്പോൾ 3ഓ 1ഓ റിമൈൻഡർ വരാം. അപ്പോൾ 2 റിമൈൻഡേഴ്സ് പോസിബിളാണ്. അപ്പോൾ ആൻസർ 2 എന്ന് വരും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. P is equal to QQQ be a 3-digit number. What is the HCF of P and 481? അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ QQQ എന്ന് പറയുന്ന നമ്പർ എന്താ? ആക്ച്വലി 111, Q ഒരു ഡിജിറ്റ് ആണ്. 111 ഇൻറ്റു Q ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് QQQ എന്ന് കിട്ടുക. അപ്പോൾ Q എന്ത് വേണേ ആവാം കേട്ടോ. 3 ആവാം, 2 ആവാം, 7 ആവാം, 5 ആവാം, എന്ത് വേണമെങ്കിലും ആവാം. അപ്പോൾ ശരിക്കും 111ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണ് QQQ. 111 എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ എപ്പോഴും പറയാറുണ്ട് 111 ഒരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് നമ്പർ, ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യനിൽ വരും. 111 എന്ന് പറഞ്ഞാൽ 37 ഇൻറ്റു 3 ആണ്. അപ്പോൾ ഇത് 37 ഇൻറ്റു 3 ഇൻറ്റു Q എന്ന് പറഞ്ഞിട്ട് വരും ഈ QQQ എന്ന് പറഞ്ഞാൽ. 481ഓ? അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, 481 ചിലപ്പോൾ അധികം 37ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. കാരണം ഓപ്ഷനിൽ 37 ഉണ്ട്, അധികം 37 അന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം നമുക്ക്. 481 ഡിവൈഡഡ് ബൈ 37 ചെയ്യാണ്. 137 111, 37 ഇൻറ്റു 3 ആണ് 111. അപ്പോൾ ആക്ച്വലി 481 എന്ന് പറഞ്ഞാൽ എന്താണ്? 37 ഇൻറ്റു 13 ആണ് 481. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ HCF എന്തായിരിക്കും? രണ്ടിലും കോമൺ ഫാക്ടർ ആയിട്ട് ആരാ ഉള്ളത്? 37 ആണുള്ളത്. അപ്പോൾ ആൻസർ എന്തായിരിക്കും? 37 ആയിരിക്കും. Qൻ്റെ വാല്യൂ എന്ത് വേണമെങ്കിലും ആവാമല്ലോ. Q ഇപ്പം ചിലപ്പോൾ ഒരു 1 ആവാം, 3 ആവാം, എന്ത് വേണമെങ്കിലും ആവാം. ഓക്കെ, ശരി. അടുത്തത് വാട്ട് ഈസ് ദ 489th ഡിജിറ്റ് ഇൻ ദ നമ്പർ? ഇങ്ങനെ ഒരു നമ്പർ എഴുതിയിട്ടുണ്ട് 1 2 3. അതായത് ഓരോ ഇതിങ്ങനെ 10 എന്നുള്ളത് 10 എന്ന് എഴുതി ഓരോ ഡിജിറ്റ് പോലെ ഇങ്ങനെ ഒന്നിച്ചെഴുതി പോവുകയാണ്. അപ്പോൾ 489th ഡിജിറ്റ് എന്താണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഞാൻ 1 തൊട്ട് 99ാമത്തെ നമ്പർ വരെ ഇങ്ങനെ എഴുതിയെന്ന് വിചാരിക്കുക. അതായത് 99 വരെ ഇങ്ങനെ എഴുതി 99 വരെ എഴുതി. അപ്പോൾ എത്ര ഡിജിറ്റ്സ് യൂസ് ചെയ്തിട്ടുണ്ടാവും? നിങ്ങൾക്കറിയാം 1 മുതൽ 99 വരെ ടോട്ടൽ 189 ഡിജിറ്റ്സ് ആണ് ഉള്ളത്. ഇത് നമ്മളെപ്പോഴും പഠിക്കുന്ന. ഇവിടെ 489 ഡിജിറ്റ്സ് ഉണ്ട് മൊത്തം. അപ്പോൾ ബാക്കി എത്ര ഡിജിറ്റ് ഉണ്ട്? 489 189 കുറച്ച് കഴിഞ്ഞാൽ അതിനൊരു 300 ഡിജിറ്റ്സും കൂടി നമ്മൾ എഴുതുന്നുണ്ട്. 300 ഡിജിറ്റ്സും കൂടി നമ്മൾ എഴുതുന്നുണ്ട്. 99 ശേഷം നമ്മൾ എഴുതാൻ പോകുന്നതെല്ലാം 3 ഡിജിറ്റ് നമ്പർ. ഓരോ നമ്പറിലും 3 ഡിജിറ്റ് വീതം ഉണ്ടാവും അല്ലേ? അപ്പോൾ 300 ഡിജിറ്റ് ഇനി എഴുതിയിട്ടുണ്ടെങ്കിൽ മൊത്തം ഒരു 100 നമ്പറാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. അപ്പോൾ 100ാമത്തെ നമ്പർ ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. 100ാമത്തെ 3 ഡിജിറ്റ് നമ്പർ ഏതാണ്? ഓക്കെ, 100ാമത്തെ 3 ഡിജിറ്റ് നമ്പർ ഏതായിരിക്കും? 100 തൊട്ടാണ് നമ്മൾ 3 ഡിജിറ്റ് നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ 199 ആയിരിക്കും 100ാമത്തെ 3 ഡിജിറ്റ് നമ്പർ. 100 മുതൽ 199 വരെ എത്ര നമ്പർ ഉണ്ട്? 199 മൈനസ് 100 പ്ലസ് 1 നമ്പേഴ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ 100 നമ്പേഴ്സ് ഉണ്ട്. ആ 100 നമ്പേഴ്സിൽ 300 ഡിജിറ്റ് ഉണ്ടാവും. അപ്പം 199 ആണ് ഇവിടെ വരുന്ന ലാസ്റ്റ് ഡിജിറ്റ്സ്. അപ്പം 9 ആണ് ഏറ്റവും ലാസ്റ്റ് ഡിജിറ്റ്. അപ്പോൾ അത് D ആണ് ആൻസർ. അടുത്തത് മൊബൈൽ ഫോൺ ഹാസ് ബീൻ സ്റ്റോളൻ. there are 3 suspects PQR. they were questioned. ഓക്കെ, 3 ആളെയും ക്വസ്റ്റ്യൻ ചെയ്തു. അങ്ങനെ 3 ആളും 3 റെസ്പോൺസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇതിൽ ഒരാളാണ് കള്ളൻ, മറ്റേ 2 പേര് കട്ടിട്ടില്ല. അപ്പോൾ അവർ സത്യമായിരിക്കും പറയാം. അവരോട് ചോദിച്ചാൽ കട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നേ പറയുള്ളൂ. അതേസമയം കള്ളം ചെയ്ത ആൾ കള്ളത്തരായിരിക്കും പറയാം. അപ്പം നമ്മൾ കുറച്ച് കേസസ് ഇവിടെ നമുക്ക് കൺസിഡർ ചെയ്ത് നോക്കാം. ഫസ്റ്റ് കേസിൽ ഞാൻ P ആണ് കള്ളൻ എടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ P തെറ്റാണ് പറയുക, ഇവരെ രണ്ടാളും പറയുന്നത് സത്യമായിരിക്കും. സെക്കൻഡ് കേസിൽ നമുക്ക് PQRൻ്റെതിൽ Q ആണ് കള്ളൻ എടുക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവർ രണ്ടാളും പറയുന്നത് സത്യമായിരിക്കണം. ഇനി മൂന്നാമത്തെ കേസിൽ PQRൻ്റെതിൽ നമുക്ക് R ആണ് കള്ളൻ എടുക്കാം. അപ്പോൾ ഇവർ രണ്ടാളും പറയുന്നത് സത്യമായിരിക്കും. ഇത് വെച്ചത് നമുക്കൊന്ന് ആദ്യം ചെയ്ത് നോക്കാം. ഫസ്റ്റ് കേസ് P പറയുന്നത് തെറ്റാണ്. I did not steal, Q stole it. അപ്പോൾ P ആണ് കള്ളൻ. ഇവിടെ നമ്മൾ P ആണ് കള്ളൻ എന്നുള്ള രീതിയിലാണ്, P ആണ് തീഫ് എന്നുള്ള രീതിയിലാണ് നമ്മൾ അസ്യൂം ചെയ്തത്. P തീഫ് ആണെങ്കിൽ ഇവിടെ P എന്തായാലും കള്ളയെ പറയൂ. I did not steal it, Q stole it. അപ്പോൾ അത് കറക്റ്റാ. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P കള്ളാ പറയാ, I did not steal എന്നേ P പറയുള്ളൂ, കാരണം P ആണ് കള്ളൻ. അപ്പോൾ ഈ കേസിൽ അത് ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. 2 Q എന്താ പറയുന്നത്? R did not steal, R സ്റ്റീൽ ചെയ്തിട്ടില്ല. I did not steal, ഞാനും സ്റ്റീൽ ചെയ്തിട്ടില്ല. ഓക്കെയാണ്, കാരണം സ്റ്റീൽ ചെയ്ത ആൾ ഇയാളാണ്, അത് ഓക്കെയാണ്. അടുത്തത് R പറയുന്നത് എന്താ? I did not steal. കറക്റ്റാണ്, R സ്റ്റീൽ ചെയ്തിട്ടില്ല. I don't know who did it. ഓക്കെ, ഫൈൻ. അപ്പോൾ അത് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന പോലെ വരുന്നുണ്ട്. അപ്പോൾ P, ഈ ഒരു കേസ് എടുത്താൽ P ആണ് തീഫ് എന്ന് നമുക്ക് പക്കാ സാറ്റിസ്ഫൈഡ് ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു കേസ് എടുത്ത് നോക്കാം. ഈ ഒരു കേസിൽ ഞാൻ ടിക്ക് ഇടുന്നതിൻ്റെ പകരം ഞാൻ ട്രൂ എന്ന് എഴുതാം. P പറയുന്നത് സത്യമാണ്, Q പറയുന്നത് സത്യമാണ്, R പറയുന്നത് ഫാൾസ് ആണ്. അതായത് R ആണ് തീഫ് എന്നാണ് നമ്മൾ അസ്യൂം ചെയ്തത്. ഓക്കെ, അപ്പോൾ R ആണ് തീഫ്. R പറയുന്ന എല്ലാം കള്ളായിരിക്കും. അപ്പോൾ R എന്താ പറയുന്നത്? I did not steal. ഓക്കെ, അത് ഓക്കെയാണ്. R പറയുന്നത് കള്ളാണ്, R ആണ് അപ്പോൾ സ്റ്റോൾ. അപ്പോൾ ഇവർ രണ്ടാളും പറയുന്നത് എന്തായിരിക്കണം? സത്യമായിരിക്കണം. Pയും Qയും പറയുന്നത് സത്യമായിരിക്കണം. P എന്താ പറഞ്ഞത്? I did not steal, Q stole it.
അപ്പം തന്നെ തെറ്റിയില്ലേ? കാരണം ക്യൂ സ്റ്റോൾ ഇറ്റ് എന്ന് പറയാൻ പറ്റും, ക്യൂ അല്ലല്ലോ, ആറല്ലേ സ്റ്റോൾ ചെയ്തു നമ്മൾ അസ്യൂം ചെയ്ത്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, അപ്പോൾ അത് വരില്ല. നമുക്ക് മൂന്നാമത്തെ കണ്ടീഷനിലേക്ക് നോക്കാം. അവിടെ നമ്മൾ ക്യൂ ആണ് തീഫ് എന്നാണ് അസ്യൂം ചെയ്തത്, ക്യൂ തീഫ് ആണെന്ന് അസ്യൂം ചെയ്തു. അങ്ങനെയാണെങ്കിൽ ക്യൂ പറയുന്നത് കള്ളത്തരായിരിക്കും, മറ്റേ രണ്ടാൾ സത്യമാണ് പറയാം. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ ക്യൂ തീഫായിട്ട് തന്നെ നമുക്ക് വരുന്നുണ്ടോ നോക്കാം. പി എന്താ പറയുന്നത്? ഐ ഡിഡ് നോട്ട് സ്റ്റീൽ ഇറ്റ്, ക്യൂ സ്റ്റോൾ ഇറ്റ്. ഓക്കെ, അയാൾ പറയുന്നത് ഓക്കെയാണ്, കാരണം ക്യൂ സ്റ്റോൾ ചെയ്തിട്ടുണ്ട്. ക്യൂ എന്താ പറയുന്നത്? ആർ ഡിഡ് നോട്ട് സ്റ്റീൽ. അപ്പോൾ ക്യൂ കള്ളത്തരാണ് പറയുക, ആർ സ്റ്റീൽ ചെയ്തിട്ടില്ല എന്ന് ക്യൂ പറയുന്നുണ്ട്. ഐ ഡിഡ് നോട്ട് സ്റ്റീൽ, ക്യൂ സ്റ്റീൽ ചെയ്തിട്ടില്ല എന്ന് ക്യൂ പറയുന്നുണ്ട്. അടുത്തത് ആർ എന്താ പറയുന്നത്? ഐ ഡിഡിൻ സ്റ്റീൽ, ഐ ഡോണ്ട് നോ ഹൂ ഡിഡ് ഇറ്റ്. അപ്പോൾ ആറ് പറയുന്നത് സത്യമാണ്, ഐ ഡിഡിൻ സ്റ്റീൽ, ഐ ഡോണ്ട് നോ ഹൂ ഡിഡ് ഇറ്റ്. ഇതിലൊരു പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ഇതിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഇതിൽ ചിലപ്പോൾ ആൻസർ പി ആവാം, അല്ലെങ്കിൽ കനോട്ട് ബി കൺക്ലൂഡഡ് ആവാം. അധികവും കനോട്ട് ബി കൺക്ലൂഡഡ് ആവാൻ ഇവിടെ ഒരു ചാൻസ് ഉണ്ട്. കാരണം എന്താന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ ലിറ്ററലി എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ക്യൂ കള്ളം മാത്രമേ പറയൂ എന്നുള്ള രീതിയിലാണ് ഞാൻ എടുക്കുന്നതെങ്കിൽ ആർ ഡിഡ് നോട്ട് സ്റ്റീൽ എന്നുള്ളതിനെ ലിറ്ററലി ആർ ആണ് സ്റ്റീൽ ചെയ്തത് എന്നുള്ള രീതിയിലേക്ക് പോകും. അങ്ങനെയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഈ കണ്ടീഷൻ തെറ്റായിട്ട് വരും. അവിടെ ആർ അല്ലല്ലോ സ്റ്റീൽ ചെയ്തത്, ക്യൂ ആണ് സ്റ്റീൽ ചെയ്തത് എന്നുള്ള രീതിയിലാണ് നമ്മൾ അസ്യൂം ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ പി ആൻസർ ആയിട്ട് വരും. പക്ഷെ അങ്ങനെ എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ആർ ഡിഡ് നോട്ട് സ്റ്റീൽ, ഐ ഡിഡ് നോട്ട് സ്റ്റീൽ. ശരിക്കും അവിടെ ക്യൂ കള്ളാണ് പറയുന്നത്, ക്യൂ തീഫാണ്, ക്യൂ ആണ് കള്ളം പറയേണ്ട ആൾ. ഐ ഡിഡ് നോട്ട് സ്റ്റീൽ എന്ന് പറയുന്നുണ്ട്, ഓക്കെയാണ്. ആർ ഡിഡ് നോട്ട് സ്റ്റീൽ എന്നും പറയുന്നുണ്ട്, അത് പക്ഷേ അവിടെ സത്യമായിട്ട് വരുന്നുണ്ട്. ക്യൂ അത് ആർ ഡിഡ് നോട്ട് സ്റ്റീൽ എന്ന് പറയുന്നത് ആക്ച്വലി ട്രൂത്ത് ആയിട്ട് വരുന്നുണ്ട്. അപ്പം നമ്മൾ ലിറ്ററൽ സെൻസ് ഈ മോഡൽ ക്വസ്റ്റ്യൻ ആക്ച്വലി നോർമലി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തീഫായിട്ടുള്ള ആൾ കള്ളം മാത്രമേ പറയുള്ളൂ, അതേപോലെ തീഫ് അല്ലാത്ത ആൾക്കാർ സത്യം. ഇങ്ങനെയാണ് ഈ നോർമൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുക. അങ്ങനത്തെ ആ ലിറ്ററൽ സെൻസിൽ എടുക്കുമ്പം ഈ കണ്ടീഷനും തെറ്റായിട്ട് വരും. അപ്പോൾ പി ഈ ഒരു കണ്ടീഷൻ മാത്രമേ കറക്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ പി ആണ് കട്ടത് എന്ന് നമുക്ക് കിട്ടും ലിറ്ററൽ സെൻസിൽ എടുക്കുകയാണെങ്കിൽ. പക്ഷെ അങ്ങനെ എടുക്കാൻ പറ്റുമോ ലോജിക്കലിയും ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കള്ളന്മാർ സത്യവും പറയാലോ, എപ്പോഴും കള്ളം മാത്രമേ പറയൂ എന്ന് നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പം അങ്ങനത്തെ ഒരു കണ്ടീഷൻ അതിൽ വരുന്നുണ്ട്. പക്ഷേ ഇത് ലോജിക്കൽ റീസണിങ്ങിൽ ഈ മോഡൽ ക്വസ്റ്റ്യൻ ജനറലി വരാതെ തീഫ് എപ്പോഴും കള്ളം, പക്ഷെ അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ പറയുന്നില്ല. എന്തായാലും കള്ളം മാത്രമേ പറയൂ എന്ന് പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ വരാനുള്ളൊരു ചാൻസും ഇവിടെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ അവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. UPSCയുടെ കീ വന്നാലേ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് 3 teams PQR participated in a tournament in which teams play with one another exactly once. A win fetches a team 2 points and draw 1 point എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിൽ പറയുന്നത് എന്താ? ഇതിൽ പറയുന്നത് ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ? എ വിൻ ഫെച്ചസ് എ, ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2 പോയിന്റ് കിട്ടും, ഡ്രോ ആയാൽ 1 പോയിന്റ് കിട്ടും, തോൽക്കുകയാണെങ്കിൽ 1 പോയിന്റും കിട്ടില്ല. അപ്പോൾ ഇവിടെ 3 ടീം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. എക്സാക്ട്ലി ഒരു മാച്ചാണ് ബാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലേ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പം പിയും ക്യൂവും തമ്മിൽ ഒരു മാച്ച് നടന്നിട്ടുണ്ടാവും, പിയും ആറും തമ്മിൽ ഒരു മാച്ച് നടന്നിട്ടുണ്ടാവും, ക്യൂവും ആറും തമ്മിൽ ഒരു മാച്ച്. ഈ 3 മാച്ച് ആയിരിക്കും അവിടെ നടന്നിട്ടുണ്ടാവും. അപ്പം നമുക്ക് ഡിഫറെൻറ്റ് കണ്ടീഷൻസ് ഒന്ന് എടുത്തു നോക്കാം. ഇനി ഇതിൽ പറയുന്നുണ്ട് ടീം ഗെറ്റ്സ് നോ പോയിന്റ് ഫോർ ലോസ്. ഓക്കെ, ഈച്ച് ടീം സ്കോർഡ് എക്സാക്ട്ലി 1 goal, ഒരു ഗോൾ മാത്രമേ ടൂർണമെൻറ്റിൽ ഒരു ടീം അടിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. ടീം പി ഗോട്ട് 3 points. അപ്പോൾ ടീം പിക്ക് 3 points കിട്ടി. ഓരോരുത്തർ 2 മാച്ച് വീതേ കളിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ 3 points കിട്ടണമെങ്കിൽ ടീം പിയിൽ ഒന്നിൽ ജയിക്കുകയും വേണം, ഒന്നിൽ അത് ഡ്രോ ആയിട്ടുണ്ട് എന്നാണ് അർത്ഥം. ക്യൂ ഗോട്ട് 2. അപ്പോൾ പി എന്തായാലും അപ്പോൾ പി ഒന്നിൽ ജയിച്ചിട്ടുണ്ടാവണം, 1 ഗോളെ അടിച്ചിട്ടുള്ളൂ. അപ്പോൾ ജയിക്കുകയാണെങ്കിൽ 1-0 മാത്രമേ ജയിക്കാൻ പറ്റൂ. കാരണം 1-1 ആകുമ്പോൾ ഡ്രോ ആയി പോകില്ല. 1-0 മാത്രമേ ജയിക്കുള്ളൂ. കാരണം എല്ലാവരും 1 ഗോളെ മാക്സിമം 1 ഗോളെ അടിച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പം ജയിക്കണമെങ്കിൽ അത് 1-0 വരികയും വേണം. അപ്പോൾ പി എന്തായാലും ഒരു കളി ജയിച്ചിട്ടുണ്ട്, 1 കളി ജയിച്ചു, 1 കളി ഡ്രോ ആണ്. അപ്പോൾ പി ആക്ച്വലി പി കളിച്ച ചിലപ്പം 1-0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് 0-0 എന്ന് വരണം. കാരണം പി ഇതിൽ 1-0 അടിച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ മാച്ചിൽ പിൻ്റെ 0 ആണ് വരിക ഗോൾ. കാരണം മൊത്തം 1 അടിക്കാൻ പാടുള്ള ടൂർണമെൻറ്റിൽ മൊത്തം. അല്ലെങ്കിൽ എങ്ങനെയും വരാം, ഇവിടെ പി ജയിച്ചു 1-0, ഇത് 0-0. ഈ 2 കണ്ടീഷൻ ആയിരിക്കും വരിക. ഓക്കെ, ഇനിയിപ്പം നമ്മൾ ഈ ഒരു QR എടുക്കുമ്പം 6 ഇവിടെ 1 ഗോളും അടിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ 6 1 ഗോളായിരിക്കും അടിച്ചിട്ടുണ്ടാവും. കാരണം മൊത്തം 1 ഗോൾ അടിച്ചിട്ടുണ്ട് 6. അപ്പോൾ ഈ മാച്ചിൽ 6 ഗോൾ അടിച്ചിട്ടില്ലെങ്കിൽ മറ്റേ മാച്ചിൽ 1 അടിക്കണം. ഇനി ക്യൂവിൻ്റെ കേസിൽ ക്യൂ ഇവിടെ ഗോൾ അടിച്ചിട്ടില്ല, അതുകൊണ്ട് ഇവിടെ 1-1 ആയി വരണം. ഇനി അതേപോലെ തന്നെ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ 6 ഇവിടെ ഗോൾ അടിച്ചിട്ടില്ല, അപ്പോൾ ഇവിടെ 1 ഗോൾ അടിക്കണം. ക്യൂ ഇവിടെ ഗോൾ അടിച്ചിട്ടില്ല, അപ്പോൾ അങ്ങനെയാണ് 1 ഗോൾ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ആയിരിക്കും ശരി. അപ്പം നമുക്കത് എന്താണ് പറയാൻ പറ്റുക? നമുക്ക് ഇവർക്ക് കിട്ടിയ പോയിന്റ്സ് ഒന്ന് നോക്കാം.
അപ്പോൾ ഈ കേസിൽ പിനും ക്യൂവിനും ആറിനും കിട്ടിയ പോയിന്റ്സ് നോക്കാം. ഫസ്റ്റ് ഈ ഒരു കണ്ടീഷനിൽ പിക്ക് എത്ര കിട്ടി? ഈ കളി ജയിച്ചു, ഈ കളി ഡ്രോ ആയി, മൊത്തം 3 പോയിന്റ് കിട്ടി. ജയിച്ചപ്പോൾ 2, ഡ്രോ ആയപ്പോൾ 1 പോയിന്റ്. ക്യൂവിന് എത്ര പോയിന്റ് കിട്ടി? ക്യൂ ഇവിടെ ഡ്രോ ആയിട്ടുണ്ട്, ഇവിടെ തോറ്റിട്ടുണ്ട്. അപ്പോൾ ക്യൂ ഒരു ഡ്രോയും ഒരു തോൽവിയും, ഡ്രോ ആണെങ്കിൽ 1 പോയിന്റ് ആണ് ക്യൂവിന്. ആറിനെയോ? അപ്പോൾ അത് ശരിയാണോ? ഇവിടെ പറയുന്നത് എന്താ? ക്യൂവിന് 2 പോയിന്റ് കിട്ടിയെന്നാ, ഇതിൽ ക്യൂവിന് 1 പോയിന്റാണ് കിട്ടുന്നത്. അപ്പോൾ ഈ കണ്ടീഷൻ തെറ്റാണ്, ഈ കണ്ടീഷൻ വരില്ല, ഈ കണ്ടീഷൻ ആയിരിക്കും. അപ്പോൾ ശരി. അപ്പോൾ ഈ കണ്ടീഷൻ ഒന്ന് നോക്കിയേ. പിന് അവിടെ 3 പോയിന്റ് ആണ്, ഇവിടെ ജയിച്ചു, ഇവിടെ ഡ്രോ ആണ്. ക്യൂവിനോ? ക്യൂ ആർ ഇവിടെ കണ്ടോ, ഇവിടെ ക്യൂവിന് എന്ത് പറ്റുന്നുണ്ട്? ഇവിടെ ഒരു ഡ്രോ വന്നിട്ടുണ്ട് ക്യൂവിന്, അപ്പോൾ 1 പോയിന്റ് കിട്ടി. അതേപോലെ ഇവിടെയോ? ഇവിടെ ക്യൂവിന് വീണ്ടും ഡ്രോ വന്നിട്ടുണ്ട്, അപ്പോൾ 2 പോയിന്റ് കിട്ടി. ക്യൂ 2 ഡ്രോ ആണ്, 2 പോയിന്റ് കിട്ടുന്നുണ്ട്. ആറോ? 6 ഈ കളി ഡ്രോ ആണ്, ഈ കളി തോറ്റു. അപ്പോൾ 6ന് ഒരു ഒറ്റ പോയിന്റേ ഉള്ളൂ, ഒരു ഡ്രോ മാത്രം. അപ്പോൾ അത് കറക്റ്റ് വരുന്നുണ്ട്, 3, 2, 1. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ കണ്ടീഷൻ. ഇത് വെച്ചിട്ട് നിങ്ങൾ നോക്കിയാൽ മതി. ദ റിസൾട്ട് ഓഫ് ദ മാച്ച് ബിറ്റ്വീൻ പി ആൻഡ് ക്യൂ 0-0. പി ആൻഡ് ക്യൂ 0-0 കറക്റ്റ് ആണ്, ഇത് കറക്റ്റ് ആണ്. നമ്പർ ഓഫ് ഗോൾസ് സ്കോർഡ് ബൈ ആർ അഗെയിൻസ്റ്റ് ക്യൂ. ക്യൂ ആർ മാച്ചിൽ ആർ എത്ര ഗോൾ അടിച്ചു? 1 ഗോൾ അടിച്ചിട്ടുണ്ട്, അത് കറക്റ്റ് ആണ്. അപ്പം ഇത് രണ്ടും കറക്റ്റ് ആണ്. അപ്പം സി ആണ് ആൻസർ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബ്ലഡ് റിലേഷൻ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ബ്ലഡ് റിലേഷനിൽ ഇത്തവണ 2 ക്വസ്റ്റ്യൻ ചോദിച്ചാൽ 2 എളുപ്പമായിരുന്നു. അപ്പോൾ ഇതൊന്ന് നമുക്ക് ചെയ്ത് നോക്കാം. പി ഈസ് ദ ബ്രദർ ഓഫ് ക്യൂ ആൻഡ് ആർ. പി ഈസ് ദ ബ്രദർ ഓഫ് ക്യൂ ആൻഡ് ആർ. ക്യൂവിൻ്റെ ആറിൻ്റെ ബ്രദറാണ് പി. പി ബ്രദറാണ്, അപ്പോൾ പി ആണാണ്. അപ്പോൾ ഞാൻ ഒരു ബോക്സ് കൊടുക്കും. എസ് ഈസ് ആർസ് മദർ. ഇവരുടെ മദറാണ്, ആറിൻ്റെ മദറാണ് എസ്. അപ്പോൾ എസ് പെണ്ണാണ്, ഞാൻ ഒരു വട്ടം കൊടുത്തു. ടി ഈസ് പീസ് ഫാദർ. പീൻ്റെ ഫാദർ ആണ് ടി. അപ്പോൾ ഇവർ രണ്ടാളും കല്യാണം കഴിച്ചിട്ടുണ്ടാവും. അപ്പം ടി ഫാദർ ആണ്, ഞാൻ ഒരു ബോക്സ് കൊടുത്തു. ഹൗ മെനി ഓഫ് ദ ഫോളോയിങ് ആർ ഡെഫിനറ്റ്ലി ട്രൂ? എസ് ആൻഡ് ടി ആർ കപ്പിൾ, ഓക്കെയാണ്. ക്യൂ ഈസ് ടി സൺ. ക്യൂ സൺ ആണെന്ന് പറയാൻ പറ്റുമോ? നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഞാൻ എപ്പോഴും പറയാറുണ്ട്, UPSC ജെൻഡർ ഐഡന്റിഫൈ ചെയ്യാത്ത രീതിയിലുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും 2 ആൾക്ക് ജെൻഡർ പറയാൻ പറ്റിയില്ല, അത് കറക്റ്റ് പറയാൻ പറ്റില്ല. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ക്യൂവിനും ആറിനും ജെൻഡർ പറയാൻ പറ്റുന്നില്ല. ക്യൂ ആണാണോ അല്ലെങ്കിൽ ബ്രദർ ആണോ സിസ്റ്റർ ആണോ സൺ ആണോ ഡോട്ടർ ആണോ എന്നൊന്നും പറയാൻ പറ്റില്ല, അല്ലേ? അതിന്റെ ജെൻഡർ നമുക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അത് വെച്ചിട്ടായിരിക്കും ഇവിടെ ആൻസേഴ്സ് തെറ്റിക്കുന്നത്, സ്റ്റേറ്റ്മെന്റ്സ് തെറ്റിക്കുന്നത്. ക്യൂ ടീന്റെ സൺ ആണോ? അറിയില്ല, അപ്പോൾ ഇത് തെറ്റാണ്. ടി ഈസ് ക്യൂസ് ഫാദർ, ദാറ്റ് ഈസ് ഓക്കെ. എസ് ഇസ് പീസ് മദർ, ദാറ്റ് ഈസ് ഓൾസോ ഓക്കെ. ആർ ഈസ് ടീസ് ഡോട്ടർ ആണോ? പറയാ അറിയില്ല. പി ഈസ് എസ് സൺ, അത് കറക്റ്റാണ്. പി ആണാണെന്ന് നമുക്ക് മനസ്സിലായിരുന്നു. അപ്പം 4 സ്റ്റേറ്റ്മെന്റ് ആണ് അവിടെ കറക്റ്റ്. അപ്പോൾ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് കുറച്ച് ഈ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ക്യാൻസൽ ആക്കാൻ ചെറിയൊരു ചാൻസ് ഉണ്ട്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 2 രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ആലോചിക്കാം. ഉദാഹരണത്തിന് നോ എന്ന് പറഞ്ഞപ്പം 210, 21ഉം 1 0 നോട്ട് മൂന്നാമതൊരു സാധനം വന്നപ്പോൾ 42ആയി, 2 0. ഇനി നോട്ടിൽ ഇയും കൂടി വന്നപ്പം വീണ്ടും 21ലേക്ക് പോയി, 3 0. അങ്ങനെയാണെങ്കിൽ നോട്ട്സ് എന്ന് പറഞ്ഞാൽ വീണ്ടും ചിലപ്പോൾ 42ലേക്ക് പോയി 4 0 ആവുന്നു. വേണമെങ്കിൽ ഒരു കൈൻഡ് ഓഫ് കോഡിങ് വേണമെങ്കിൽ നമുക്ക് പറയാം, അത് ഓപ്ഷനിൽ ഉണ്ട് താനും. അപ്പം ചിലപ്പോൾ അങ്ങനെ ബിക്ക് വേണേ ആ രീതിയിൽ നമുക്കിത് അങ്ങനെ ആ കോഡിങ് എടുത്തതെന്ന് വേണമെങ്കിൽ ആലോചിക്കാം. അപ്പം അത് വരാം ആൻസർ, അങ്ങനെ വേണമെങ്കിൽ വരാം. പക്ഷേ UPSC ഫ്രെയിം ചെയ്തത് അങ്ങനെയല്ല. എന്തായാലും ക്വസ്റ്റ്യൻ ഇട്ട ആൾ അങ്ങനെയല്ല ഫ്രെയിം ചെയ്തത്, വേറെ രീതിയിലാണ്. പക്ഷേ ഇവിടെ ഇപ്പം നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് ബി വന്നൂടെയും ചോദിച്ചാൽ ബി വരുന്നതിന് പ്രശ്നമൊന്നുമില്ല. കാരണം ഈ രീതിയിലും വേണമെങ്കിൽ ചിന്തിക്കാം, കോഡിങ് എങ്ങനെ വേണേൽ എടുക്കാം. അപ്പം അങ്ങനെ എടുക്കുകയാണെങ്കിൽ ബി ആൻസർ വരും, ഇവിടെ വരുന്നുണ്ട്. പക്ഷേ ക്വസ്റ്റ്യൻ ഇട്ട ആൾ അങ്ങനെയല്ല ചെയ്തിട്ടുള്ളത്. ആക്ച്വലി ക്വസ്റ്റ്യൻ ഇട്ട ആൾ ചെയ്തിട്ടുള്ളത് നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 210. അപ്പം നമ്മൾ നോർമൽ രീതിയിൽ ആൽഫബറ്റ്സിനെ നമ്പേഴ്സായിട്ട് കോഡ്, ഇപ്പോൾ A1 B2 C3 അങ്ങനെ കോഡ് ചെയ്യുകയാണെങ്കിൽ എന്നിൻ്റെ കോഡ് 14 ആണ് വരിക. ഓയിൻ്റെ കോഡ് ഇജോട്ടിയിൽ വരുന്ന ആളാണ്. അപ്പോൾ O എന്ന് പറഞ്ഞാൽ 15 ആണ്. 14ഉം 15ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 210 വരുന്നുണ്ട്. ഇനി നോട്ട് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ടീയും കൂടി വന്നു. അപ്പോൾ എന്നും ഓയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 210 ആണ്. ടീൻ്റെ കോഡ് ഇജോട്ടിയിൽ വരുന്ന ആളാണ്. അപ്പോൾ ഇജോട്ടിയിൽ 20 ആണ് ടീൻ്റെ നമ്പർ വരെ, ടീക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4200 എന്ന് വരുന്നുണ്ട്, കറക്റ്റാണ്. ഇനി NOT E എന്നാകുമ്പോൾ ഒരു ഇയും കൂടി വരുന്നുണ്ട്. അപ്പം 4200 ഇൻറ്റു ഇ എന്ന് പറഞ്ഞാൽ ഇജോട്ടിയിൽ ആദ്യത്താണ് 5. അപ്പോൾ 5 വരുമ്പം 4200 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 21,000 എന്ന് വരും, അതും കറക്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പം നോട്ട്സ് എന്ന് വന്നാലോ, നോട്ട്സ് എന്ന് വന്നാൽ ഇതിൻ്റെ കൂടെ ഒരു എസിൻ്റെ കോഡ് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ 21,000 ഇൻറ്റു എസിൻ്റെ കോഡ് എന്ന് പറഞ്ഞാൽ എത്ര വരിക? 19 ആണ്. 19 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 21 ഇൻറ്റു 19 ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുക 399 എന്നാണ്. അപ്പോൾ ഇത് ആൻസർ 39900 എന്ന് വരും. അപ്പോൾ A ആണ് അവിടെ ആൻസർ വരുന്നത്. അപ്പോൾ ആക്ച്വലി ഇങ്ങനെ തന്നെയാണ് ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇപ്പം നിങ്ങൾ ചോദിക്കുകയാണ് ബിയും ആൻസർ വന്നൂടെ എന്ന് പറഞ്ഞാൽ എനിക്ക് തെറ്റൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ചിലപ്പം ഇതിൻ്റെ ആൻസർ UPSCക്ക് ഒന്നെങ്കിൽ A ആയിരിക്കും കൊടുക്കുക, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യും.
അല്ലെങ്കിൽ ചിലപ്പോൾ UPSC A or B കൊടുത്താലും ചിലപ്പോൾ A കൊടുത്താലും B കൊടുത്താലും ചിലപ്പോൾ ശരി തരികയും ചെയ്യും. അങ്ങനെയും നടക്കാറുണ്ട് ഇടയ്ക്ക്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ കറക്റ്റ് UPSC കീ എന്തായാലും ക്വസ്റ്റ്യൻ ഇട്ട ആൾ A വരുന്ന രീതിയിലാണ് ഫ്രെയിം ചെയ്തത്. പക്ഷെ അറിയാതെ Bയും ഇവിടെ വർക്ക് ആവുന്നുണ്ട്. അതുകൊണ്ട് ചിലപ്പം ആൻസർ കീ വരുമ്പം A or B എന്നുള്ള ഓപ്ഷൻ വരാം. ചിലപ്പം ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യാം, അല്ലെങ്കിൽ A മാത്രം. ആ ക്വസ്റ്റ്യൻ ഇട്ട ആളുടെ സബ്ജക്റ്റിവിറ്റി അങ്ങനെയാണെങ്കിൽ A മാത്രം. എന്നോട് ചോദിച്ചാൽ ആക്ച്വലി A ചെയ്താലും B ചെയ്താലും മാർക്ക് തരണം എന്നാണ് ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്കത് കറക്റ്റ് പറയാൻ പറ്റില്ല. UPSC കീ വന്നു കഴിഞ്ഞാലേ പറയാൻ പറ്റൂ. എനിവേ Aയും Bയും അവിടെ വർക്കാവും, തെറ്റൊന്നും പറയാൻ പറ്റില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ ഫ്രാൻസ് ഇസ് കോഡഡ് ആസ് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഈ മോഡൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ വലിയ നമ്പേഴ്സ് അല്ലേ വന്നിട്ടുള്ളത്. നിങ്ങളപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. 1 2 3 4 5 6. ഫ്രാൻസിൽ 6 ലെറ്റേഴ്സ് ഉണ്ട്. 1 2 3 4 5 6. ഇവിടെ 6 നമ്പർ ഡിജിറ്റ്സും ഉണ്ട്. ജർമ്മനിയിൽ 1 2 3 4 5 6 7. 1 2 3 4 5 6 7 കറക്റ്റാണ്. അപ്പം ശരിക്കും ഓരോ ആൽഫബറ്റ് ഓരോ നമ്പറിലേക്ക് ലിങ്ക് ചെയ്തിട്ടുണ്ടാവും. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ E വരുന്നത് 1 ആണ്, ഇവിടെ രണ്ടാമത്തെ ആളാണ് E, ഇവിടെ രണ്ടാമത്തെ ആൾ 1 ആണ്, കണ്ടാവും. ഇനിയിപ്പം N ഇവിടെ 3 ആണ് വിടുന്നത്, ഇവിടെ N എത്രയാണ് വരുന്നത്? 3 ആണ്, കണ്ടില്ലേ? അപ്പം അത് ഡയറക്റ്റ്ലി കോഡഡ് ആണ്. അപ്പോൾ ഒന്നുമില്ല, ഇത് ആക്ച്വലി സിമ്പിളാണ്. നിങ്ങൾക്ക് ഇത് ഇങ്ങനെ കത്തിക്കഴിഞ്ഞാൽ ഇത് വളരെ സിമ്പിളാണ്. യമൻ എന്താണെന്നാണ് ചോദിച്ചത്? Y. ജർമ്മനീൻ്റെ ലാസ്റ്റ് ആണ് Y 7 ആണ്. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഇതിൽ നോക്കിയാൽ അടുത്ത രണ്ടും 1 ആണ്. മൂന്നാമത്തെ M എന്താ നോക്കിയാൽ മതി. M ജർമ്മനീൻ്റെ നടുവിലാണ് വരുന്നത്. അപ്പോൾ ജർമ്മനീൻ്റെ നടുവിൽ വരുന്ന ആൾ 8 ആണ് അല്ലേ? അപ്പോൾ 8 ഏതാ വരിക? ഇതായിരിക്കും ആൻസർ വരിക. അപ്പോൾ D ആണ് വരിക. ഓക്കെ, അപ്പോൾ D ആണ് അവിടുത്തെ ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 5 ഡിജിറ്റ് നമ്പർ PQRST എല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ഡിജിറ്റ് ആണ്. PQRST എല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആണ്. P ഈസ് ത്രൈസ് T. P എന്ന് പറഞ്ഞാൽ Tൻ്റെ 3 ഇരട്ടിയാണ്. അപ്പോൾ P ഒരു 3ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം അല്ലേ? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തല്ലേ P കിട്ടുക. P അപ്പോൾ ഒന്നെങ്കിൽ 3 വരാം, അല്ലെങ്കിൽ 0 വരില്ലല്ലോ. T 0 അല്ല എന്ന് പറയുന്നത്. T 0 അല്ലാന്നേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ബാക്കി നമ്പേഴ്സ് 0 ആവാം. P എന്തായാലും 0 ആവില്ല. അപ്പോൾ 5 ഡിജിറ്റ് നമ്പർ അല്ല. മാത്രമല്ല T 0 ആകുമ്പം T 0 അല്ലല്ലോ. T 0 ആണെങ്കിൽ മാത്രമേ 0 × 3 ചെയ്താൽ Pയും 0 ആവുള്ളൂ. അപ്പോൾ T 0 അല്ലാത്തതുകൊണ്ട് Pയും 0 അല്ല. അപ്പോൾ Pയും Tയും ഇവിടെ 0 അല്ല. പക്ഷെ മറ്റേ 3 എണ്ണം 0 വേണമെങ്കിൽ വരാം. അങ്ങനെ നോൺ 0 ആണ് എല്ലാം എന്ന് പറയുന്നില്ല. ഇതൊക്കെ ശ്രദ്ധിക്കണം നിങ്ങൾ. പിന്നെ എല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ഡിജിറ്റ്സ് ആണ്. അപ്പോൾ ഒന്നും സെയിം വരില്ല. അപ്പോൾ P വേണമെങ്കിൽ 3 വരാം, 6 വരാം, 9 വരാം. 3ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 3 പോസിബിലിറ്റിയാണ് ഇവിടെ ഉള്ളത്. 3ഓ 6ഓ 9ഓ വരാം. അപ്പോൾ T1 വന്നാലാണ് P3 വരിക. T2 വന്നാലാണ് P6 വരിക. T3 വന്നാലാണ് P9 വരിക. ഇതായിരിക്കും Tൻ്റെയും Pൻ്റെയും വാല്യൂസ്. ഇത് മാത്രമേ വരുള്ളൂ. ഇനി നമുക്ക് QRSൻ്റെ വാല്യൂ നോക്കണം. QRSന് എത്ര പോസിബിലിറ്റി ഉണ്ട് നോക്കണം. അതാണ് ഇവിടെ ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾ നോക്കി ഇവിടെ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. S is greater than Q by 4. S is greater than Q by 4. അപ്പോൾ S Qനെക്കാട്ട് വലുതാണ്. ഡിഫറൻസ് അവരുടെ തമ്മിലുള്ള ഡിഫറൻസ് 4 ആണ്. Q is greater than R by 3. അപ്പോൾ ഏറ്റവും ചെറുത് R ആണ്. ഓക്കെ, അപ്പോൾ Rന് ഓരോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അതിനനുസരിച്ച് Qവും Sഉം കണ്ടുപിടിച്ചാൽ മതി. ഇപ്പോൾ R 0 ആണെന്ന് വിചാരിച്ചോ. ഇവിടെ Rന് 0 വരാം, പ്രശ്നമില്ല. R ഈ കേസ് നമുക്ക് ഫസ്റ്റ് ഈ കേസ് നോക്കാം. ഈ കേസിൽ R 0 ആണ്. അങ്ങനെയാണെങ്കിൽ Q എന്ത് വരും? 3 വരും. 3 പക്ഷേ വരുമോ Qന്? കാരണം Rനെക്കാട്ടും 3 കൂടുതലല്ലേ Q. അപ്പോൾ അങ്ങനെ R 0 ആണെങ്കിൽ Q 3 വരിക. പക്ഷേ ഇത് സംഭവിക്കുമോ? കാരണം ഓൾറെഡി ഞാൻ 3 ഇവിടെ Pക്ക് കൊടുത്തിട്ടുണ്ട്, ഡിസ്റ്റിങ്ക്റ്റ് ആണ്. അപ്പോൾ അത് വരില്ല. അപ്പോൾ ഇത് ഈ ഒരു ഒഴിവാക്കാം നമുക്ക്. ഓക്കെ, ഇനി R 1 ആണെങ്കിൽ Q എന്ത് വരും? 4 വരും. 3 കൂട്ടുക. S എന്ത് വരും? S Qനെക്കാട്ട് 4 കൂടുതലാണ്. അപ്പോൾ ഒരു 4 കൂട്ടുക 8. ഇത് സംഭവിക്കുമോ? Rന് 1 വരുമോ? Rന് 1 വരില്ല. കാരണം എന്താ? Tക്ക് ഓൾറെഡി 1 കൊടുത്തോണ്ട് Rന് 1 വരില്ല. ഇനി നമുക്ക് Rന് 2 കൊടുത്ത് നോക്കാം. R 2 കൊടുത്താൽ ഇത് എത്ര വരിക? 5 വരും. 3 കൂട്ടുക. ഇനിയോ 4 കൂട്ടിയാൽ ഇത് 9 വരും. ഇതൊക്കെയാണ് അല്ലേ? 2ഉം 5ഉം 9ഉം നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതൊരു പോസിബിലിറ്റി. ഇനി Rന് 3 കൊടുക്കാൻ പറ്റുമോ? Rന് 3 കൊടുത്തു കഴിഞ്ഞാൽ Q എന്താ വരിക? Q ഇതിനെക്കാട്ട് 3 കൂടുതൽ 6 വരും. പിന്നെ അത് 4 കൂട്ടിയാൽ 10 വരും. 10 വരില്ല, അതൊരു ഡിജിറ്റാണ്. അപ്പോൾ ഇത് മാത്രമാണ് അവിടെയുള്ള പോസിബിലിറ്റി. ഇനി രണ്ടാമത് നമ്മൾ P6 വരുന്ന രീതിയിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ നമുക്ക് ഞാൻ 0 കൊടുക്കുകയാണെങ്കിൽ, Rന് 0 കൊടുക്കുകയാണെങ്കിൽ ഇത് 3 വരും. ഇത് 3ൻ്റെ കൂടെ 4 കൂട്ടിയാൽ 7 വരും. അത് ഓക്കെയാണ്. 3ഉം 0ഉം 7ഉം ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇനി ഞാൻ ഇവിടെ 1 കൊടുക്കുകയാണെങ്കിൽ ഇതെന്ത് വരും? 1 + 3 4 വരും. 4 + 5 9. 4 + 4 8 വരും. അതും ഓക്കെയാണ് അല്ലേ? 4ഉം 1ഉം 8ഉം ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇനി ഇവിടെ R 2 വരുമോ? ഇല്ല, 2 ഓൾറെഡി ഞാൻ ഇവിടെ Tക്ക് എടുത്തു. അപ്പോൾ അതുകൊണ്ട് അത് വരില്ല. അപ്പോൾ അത് ഞാൻ വരില്ല. ഇനി അടുത്ത കേസിലേക്ക് നോക്കാം.
ഇവിടെ ആർ എന്തായാലും 3 വരില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു 6 3 വന്നു കഴിഞ്ഞാൽ എസ് 10 വരുമായിരുന്നു. അങ്ങനെ വരില്ല. അപ്പോൾ അതുകൊണ്ട് 3 വരില്ല. ഇനി ഇവിടെ ഞാൻ 0 കൊടുത്തു. അപ്പോൾ ഇതെന്താ വരിക? 3 വരും. 3 വരുമോ? ഇല്ല, 3 ഓൾറെഡി ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ വരില്ല. ഇനി ഇത് 1 ആണെങ്കിൽ ഇത് 4 വരും, ഇത് 8 വരും. ദാറ്റ്സ് ഓക്കെ. ഇതിനി 2 ആണെങ്കിലോ? 2 ആണെങ്കിൽ ഇത് 5 വരും, ഇത് 9 വരും. ഇത് പറ്റുമോ? ഇല്ല, ഓൾറെഡി 9 യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോസിബിലിറ്റിയും ഇല്ല. അപ്പോൾ മൊത്തം എത്ര പോസിബിലിറ്റി ഉള്ളത്? 1 2 3 4 4 പോസിബിലിറ്റി ആണ് ഇവിടെ ഉള്ളത്. ആൻസർ എന്താണ്? 4 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു വർക്ക് ആൻഡ് ടൈം എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. എക്സ് ക്യാൻ കംപ്ലീറ്റ് 1/3 ഓഫ് എ വർക്ക് ഇൻ 6 days. 1/3 ആണ് 6 days കൊണ്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എക്സ് ഫുൾ വർക്ക് എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും? അതിൻ്റെ 3 ഇരട്ടി 18 ദിവസം കൊണ്ടായിരിക്കും ചെയ്യും. വൈയും 1/3 ഓഫ് ദ വർക്ക് 8 ദിവസം കൊണ്ട് ചെയ്യും. അപ്പോൾ ഫുൾ വർക്ക് അതിൻ്റെ 3 ഇരട്ടി 24 ദിവസം കൊണ്ടാണ് വൈ ചെയ്യുന്നത്. സെഡ് ക്യാൻ കംപ്ലീറ്റ് ദ വർക്ക് 3/4 ഓഫ് ദ വർക്ക്. 3/4 ഓഫ് ദ വർക്ക് സെഡ് 12 ദിവസം കൊണ്ട് ചെയ്യും. അപ്പോൾ ഫുൾ വർക്ക് എത്ര ദിവസം കൊണ്ട് ചെയ്യും? 12 ഇൻറ്റു ഈ 4 ഇങ്ങോട്ട് കൊണ്ടുവരിക, ഡിവൈഡ് ബൈ 3. അപ്പോൾ 16 ദിവസം കൊണ്ടാണ് സെഡ് വർക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടി ഓരോരുത്തരും ഫുൾ വർക്ക് ചെയ്യാൻ എത്ര ദിവസം എടുക്കുന്നു എന്ന് കിട്ടി. ഓൾ ഓഫ് ദം വർക്ക് ടുഗെദർ ഫോർ n days ആൻഡ് ദെൻ എക്സ് ആൻഡ് സെഡ് ക്വിറ്റ്, വൈ അലോൺ ഫിനിഷ് ചെയ്യുന്നുണ്ട് വർക്ക്. ഓക്കെ, നമുക്ക് ഇനി ഓരോരുത്തരുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കാം. അതിനെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? വർക്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 3ന്റെ LCM ആണ് എടുക്കുന്നു. 18ന്റെ 24ന്റെ 16ന്റെ LCM എന്താ? 18ന്റെ 24ന്റെ 16ന്റെ LCM കണ്ടുപിടിക്കാം നമുക്ക്. 2 9 12 8 2 9 6 4 again 2 9 3 2 3 വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പം 3 1 2. ഓക്കെ, അപ്പം 2 × 2 4 4 × 2 8 8 × 3 24 24 × 3 × 2 6 24 × 6 എന്ന് പറഞ്ഞാൽ 144. അപ്പം നമുക്ക് LCM 144 എന്ന് കിട്ടി. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഈ ടോട്ടൽ വർക്ക് അസ്യൂം ചെയ്യാം 144 ആണെന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ ടോട്ടൽ വർക്ക് ഞാൻ 144 ആണെന്ന് അസ്യൂം ചെയ്തു. 24 × 6 ചെയ്യുമ്പോഴാണ് 144. ഓക്കെ, 16 × 9 ചെയ്യുമ്പോഴാണ് 144. 18 × 8 ചെയ്യുമ്പോഴാണ് 144. അപ്പോൾ എക്സിൻ്റെ എഫിഷ്യൻസി 8 ആണ്, വൈൻ്റെ എഫിഷ്യൻസി 6 ആണ്, സെഡിൻ്റെ എഫിഷ്യൻസി 9 ആണ്. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ചെയ്യുന്ന വർക്ക്. എക്സ് ഒരു ദിവസം 8 വർക്ക് ചെയ്യും, വൈ ഒരു ദിവസം 6 വർക്ക് ചെയ്യും, സെഡ് ഒരു ദിവസം 9 വർക്കും ചെയ്യും. ഇത് നമുക്ക് കിട്ടി. ഇനി നമുക്കറിയാം വൈ ഒറ്റയ്ക്കാണ് ഫിനിഷ് ചെയ്യുന്നത്. വൈ 8 2/3 ഡേയ്സ് കൊണ്ടാണ് ആ ബാക്കിയുള്ള വർക്ക് ഫിനിഷ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ള വർക്ക് നമുക്കൊന്ന് കണ്ടുപിടിച്ച് വെക്കാം. 8 2/3 എന്ന് പറഞ്ഞാൽ നമുക്കതൊന്ന് എന്ത് ചെയ്യാം? മിക്സഡ് ഫ്രാക്ഷൻ മാറ്റിയിട്ട് നോർമലി ഫ്രാക്ഷൻ ആക്കി മാറ്റാം. അപ്പോൾ 3 × 8 + 2/3. അപ്പോൾ 3 × 8 24 + 2 26/3. 26/3 ഡേയ്സ് ആണ് ആര് വർക്ക് ചെയ്യുന്നത്? വൈ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ 26/3 ഡേയ്സ് കൊണ്ട് വൈ എത്ര വർക്ക് ചെയ്യും? ഒരു ദിവസം വൈ 6 വർക്കാണ് ചെയ്യുക. അപ്പോൾ 26/3 ഡേയ്സ് കൊണ്ട് 26/3 × 6, ഇത് ക്യാൻസൽ ചെയ്താൽ 26 × 2 52 വർക്കാണ് വൈ ഒറ്റയ്ക്ക് തീർക്കുന്നത്. മൊത്തം 144 വർക്ക് ഉണ്ടായിരുന്നു. അതിൽ 52 വർക്ക് വൈ ഒറ്റയ്ക്ക് തീർക്കും. ബാക്കി എത്ര വർക്ക് ഉണ്ട്? 144 - 52 92 വർക്ക് ഉണ്ട്. അപ്പോൾ ഈ 92 വർക്കാണ് ഇവർ 3 ആളും കൂടി നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇവർ 3 ആളും കൂടി ഒരു ദിവസം എത്ര വർക്ക് ചെയ്യും? 8 6 9 3 കൂടി കൂട്ടുക. 8 6 14 9 23 വർക്കാണ് ഒരു ദിവസം ഇവർ 3 ആളും കൂടി ചെയ്യുന്നത്. അപ്പോൾ 92 വർക്ക് ഇവർ 3 ആളും കൂടിയാണ് ചെയ്തിട്ടുള്ളെങ്കിൽ 92/3 ചെയ്ത് കഴിഞ്ഞാൽ 4 എന്ന് കിട്ടും. അപ്പം 4 ദിവസം കൊണ്ടായിരിക്കും ഇവർ ആദ്യം വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ n എന്താണ്? 4 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോവാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് എക്സ് ഇൻ ദ സീക്വൻസ് ആ ചോദിച്ചത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ 1 2 കൂടിയാൽ 3 ആണ്, 3 3 കൂടിയാൽ 6 ആവും, 6 5 കൂടിയാൽ 11 ആണ്, 11 7 കൂടിയാൽ 18 ആണ്. അപ്പോൾ എങ്ങനെയാണ് 2 3 5 7 എന്ന് പറഞ്ഞാൽ പ്രൈം നമ്പേഴ്സ് ആണ് അല്ലേ? അടുത്ത പ്രൈം നമ്പർ എന്താ? 11 അല്ലേ? 18 11 കൂടിയാൽ 29. അടുത്ത പ്രൈം നമ്പർ 13 ആണ്. 29 13 കൂടിയാൽ 42 ആണ്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്താ വരിക? 29 ആണ് അവിടെ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ആ നമ്പർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ദർ എക്സിസ്റ്റ് എ നാച്ചുറൽ നമ്പർ വിച്ച് വെൻ ഇൻക്രീസ്ഡ് ബൈ 50% ക്യാൻ ഹാവ് ദ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് അൺചേഞ്ച്. നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ചേഞ്ച് ചെയ്തില്ല 50% കൂട്ടിയാൽ. അപ്പോൾ ഞാൻ ചുമ്മാ ഏതെങ്കിലും നമ്പർ എടുക്കുക. ഞാൻ 2 എടുത്തു എന്ന് വിചാരിക്കുക. 2 ഞാൻ എടുക്കാൻ കാരണം അതൊരു പ്രൈം നമ്പർ ആയതുകൊണ്ടാണ്. അപ്പോൾ ആ പ്രൈം നമ്പറിന് 2 ഫാക്ടേഴ്സേ ഉള്ളൂ, 1 × 2. അപ്പോൾ അടുത്ത ഇത് നമ്മൾ ആഡ് ചെയ്ത് കിട്ടുന്ന, നമ്മളിപ്പോൾ ചെയ്ത് നോക്കിയിട്ട് കിട്ടുന്ന സാധനം പ്രൈം നമ്പർ തന്നെയാണെങ്കിൽ അതിനും 2 ഫാക്ടർ തന്നെയായിരിക്കും. അപ്പോൾ ഫാക്ടേഴ്സ് റിമെയിൻ അൺചേഞ്ച്ഡ് ആണ്. ഇനി 2 × 100% എന്ന് പറഞ്ഞാൽ എന്താ? 2 തന്നെയാണ്. 2 × 50% എന്ന് പറഞ്ഞാൽ എന്താ? പകുതി, 1 ആണ്. അതവിടെ കിടക്കട്ടെ. ഇനി 2 50% കൂട്ടി എന്ന് പറഞ്ഞാൽ 2 × 50% 1 കൂട്ടി എത്രയായി? 3 ആയി. ഇതൊരു പ്രൈം നമ്പർ, ഇതൊരു പ്രൈം നമ്പർ, ഫാക്ടേഴ്സ് റിമെയിൻ അൺചേഞ്ച്ഡ്. അപ്പോൾ ഇത് കറക്റ്റാണ്. അങ്ങനെ പോസിബിലിറ്റി ഉണ്ട്.
ഇതല്ല, ഇതിൽ കുറേ പോസിബിലിറ്റി ഉണ്ടാവും കേട്ടോ, ഒരുപാട് പോസിബിലിറ്റി ഉണ്ടാവും. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുത്തു എന്നേ ഉള്ളൂ. ദെയർ എക്സിസ്റ്റ് എന്നേ പറയുന്നുള്ളൂ. ഇനി അടുത്തത് 150% കൂട്ടി. 2 150% കൂട്ടി എത്രയാവും? 100% 2 ആണ്, 50% 2ൻ്റെത് 1 ആണ്. അപ്പം 150% എന്ന് പറഞ്ഞാൽ മൊത്തം 3 ആണ്. 2ൻ്റെ കൂടെ 3 കൂട്ടിയാൽ 5. അഗെയിൻ ഒരു പ്രൈം നമ്പർ ആണ്. അപ്പോൾ 2നും 5നും നമ്പർ ഓഫ് ഫാക്ടേഴ്സ് 2 തന്നെയാണ്. അപ്പോൾ ഇതും കറക്റ്റാണ്. നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ചേഞ്ച് ചെയ്യാത്ത പോസിബിലിറ്റീസ് ഉണ്ട്. ഇത് മാത്രമല്ല, ഇതിലധികം പോസിബിലിറ്റീസ്. അപ്പം ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുത്തു എന്നേ ഉള്ളൂ. അവിടെ ബോത്ത് ആണ് കറക്റ്റ് ആൻസർ വരിക. അടുത്തതൊരു സെൻസ് ഓഫ് ഡയറക്ഷൻ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് 7 പ്ലേസ് ഉണ്ട്, ABCDEFG ആൻഡ് കണക്റ്റഡ് ബൈ ഇത്രയും റോഡൊക്കെ കണക്റ്റഡ് ആണ് അവിടെയായിട്ട്. ഇനി ഇത് നിങ്ങൾ വരയ്ക്കണം. A is 6 കിലോമീറ്റർ സൗത്ത് ഓഫ് B. A എന്ന് പറയുമ്പോൾ A6, ഇപ്പോൾ B ഇവിടെ എങ്ങനെയാണെന്ന് വിചാരിച്ചോ. അപ്പോൾ A is 6 കിലോമീറ്റർ സൗത്ത് ഓഫ് B എന്ന് പറഞ്ഞാൽ ഇത് 6 ആണ്. ഓക്കെ. A is 10 കിലോമീറ്റർ വെസ്റ്റ് ഓഫ് C. A എന്ന് പറഞ്ഞാൽ C നിന്ന് 10 കിലോമീറ്റർ വെസ്റ്റ് ആണ്. അപ്പോൾ C ഇവിടെ ആയിരിക്കും. D is 5 കിലോമീറ്റർ ഈസ്റ്റ് ഓഫ് E. അപ്പോൾ ഡിയും ഇയും ഇല്ലാതെ നമുക്ക് പിന്നെ നോക്കാം. C is 6 കിലോമീറ്റർ നോർത്ത് ഓഫ് D. C is 6 കിലോമീറ്റർ നോർത്ത് ഓഫ് D. അപ്പോൾ 6 കിലോമീറ്റർ നോർത്തിലാണ് C. അപ്പോൾ 6 ഇത് D ആണെന്ന് എടുക്കാം. ഇനി D is 5 കിലോമീറ്റർ ഈസ്റ്റ് ഓഫ് E. അപ്പം E ഇവിടെ എങ്ങാനായിരിക്കും. D 5 കിലോമീറ്റർ ഈസ്റ്റ് ഓഫ് E ആണ്. അത് നമ്മൾ ചെയ്തു. F is 9 കിലോമീറ്റർ വെസ്റ്റ് ഓഫ് B. ബിൻ്റെ വെസ്റ്റിലേക്കാണ് F. എത്ര? 9 കിലോമീറ്റർ. F is 12 കിലോമീറ്റർ നോർത്ത് ഓഫ് G. F എന്ന് പറഞ്ഞാൽ 12 കിലോമീറ്റർ. ഇത് 6ഉം 6ഉം അല്ലേ? അപ്പോൾ G കറക്റ്റ് ഈ പോയിന്റിലായിരിക്കും. F എന്ന് പറഞ്ഞാൽ G ന്ന് 12 കിലോമീറ്റർ നോർത്തിലേക്കാണ്. ഇതാണ് നമ്മൾക്ക് കിട്ടുന്ന ഡയഗ്രം. ഇനി ഇതിൽ പറയുന്ന റോഡ് ഏതൊക്കെയാ? AB എന്ന് പറയുന്ന റോഡ് ഉണ്ട്. ഇതല്ലേ AB എന്ന് പറയുന്ന റോഡ്, ഇതുണ്ട്. ഓക്കെ, ഇങ്ങനെ ഒരു റോഡ് ഉണ്ട്. പിന്നെ AC എന്ന് പറയുന്ന റോഡ് ഉണ്ട്. ആയിക്കോട്ടെ. CD എന്ന് പറയുന്ന റോഡ് ഉണ്ട്. ഓക്കെ. പിന്നെ DE എന്ന് പറയുന്ന റോഡ് ഉണ്ട്. എവിടെ? D എന്ന് പറയുന്ന റോഡ് ഉണ്ട്. ഓക്കെ. BF എന്ന് പറയുന്ന റോഡ് ഉണ്ട്. ഓക്കെ. EG എന്ന് പറയുന്ന റോഡ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട്. EG എന്ന് പറയുന്ന റോഡ് ഉണ്ട്. FG എന്ന് പറയുന്ന റോഡും ഉണ്ട്. ഓക്കെ, എല്ലാ റോഡും ഉണ്ട്. അപ്പോൾ ഇതും നിങ്ങൾ കണക്ട് ചെയ്യുക, കാരണം ഈ റോഡും ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതെത്ര വരും? ഇവിടെ 9ഉം 10ഉം 19 അല്ലേ? ഇവിടെ 5 ഉണ്ട്. അപ്പം ഇത് 14 ആയിരിക്കും വരിക. ഓക്കെ, നമ്മൾ എല്ലാ റോഡിൻ്റെയും ഇത് കണ്ടുപിടിച്ചു, ലെങ്ത് ഒക്കെ കണ്ടുപിടിച്ചു. ഇനി എ പേഴ്സൺ ട്രാവൽസ് ഫ്രം D to F. D നിന്ന് Fലേക്ക് പോവുക. അപ്പോൾ അയാൾക്ക് ശരിക്കും 2 രീതിയിൽ പോവാം അല്ലേ? ഇങ്ങനെയും പോവാം, പിന്നെ ഇങ്ങനെയും പോവാം. അപ്പോൾ 2 രീതിയിലൂടെ പോയാലും അയാൾ എടുക്കുന്ന ദൂരം എത്രയാണെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം വെറുതെ. അപ്പോൾ D നിന്ന് F ഇങ്ങനെയാണ് അയാൾ പോകുന്നതെങ്കിൽ 5, 4, 19, 12, 31 കിലോമീറ്റർ എടുക്കുന്നത്. 31 ആൻസറിലും ഉണ്ട്. ശരി, എന്തായാലും 31 ആയിരിക്കും. കനോട്ട് ഡിറ്റർമൈൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇല്ലല്ലോ. അപ്പോൾ എന്തായാലും 31 ആയിരിക്കും. ഇനി ഇങ്ങനെ ഒന്ന് പോയി നോക്കിയേ. ഇങ്ങനെ പോകുമ്പോൾ 6, 10, 16, 6, 22, 9, 31 തന്നെയാണ് വരുന്നത്. അപ്പോൾ എങ്ങനെ പോയാലും 31 ആൻസർ വരാം. അപ്പോൾ ആൻസർ എന്താ? 31. അടുത്തത് ഇന്ന സർട്ടൻ കോഡ് 64. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇത് കോഡിംഗ് എന്നുള്ള ക്വസ്റ്റ്യനാണ്. പക്ഷേ ഈ നമ്പേഴ്സ് കാണുമ്പോൾ നിങ്ങൾ എന്താ ഓർക്കേണ്ടത്? ഇതെല്ലാം എന്താ? ക്യൂബുകളാണ് അല്ലേ? 64 ആരുടെ ക്യൂബാ? 4ൻ്റെ ക്യൂബാ. അപ്പോൾ ഞാൻ ഓൾറെഡി ക്ലാസ്സിൽ എപ്പോഴും പറയാറുണ്ടായിരുന്നു 20 വരെയുള്ള ക്യൂബ് എന്തായാലും നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പോൾ ആ ക്യൂബ്സ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം എന്ന് ഞാൻ എപ്പോഴും പറയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ക്യൂബുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് 64 4ൻ്റെ ക്യൂബാണ്. 343 7ൻ്റെ ക്യൂബാണ്. 216 എന്ന് പറഞ്ഞാൽ 6ൻ്റെ ക്യൂബാണ്. 729 എന്ന് പറഞ്ഞാൽ 9ൻ്റെ ക്യൂബാണ്. അപ്പോൾ 4 ക്യൂബ് 7 ക്യൂബായി, 3 കൂടി. 6 ക്യൂബ് 9 ക്യൂബായി, 3 കൂടി. 512 എന്ന് പറഞ്ഞാൽ 8 ക്യൂബാ. 8 ക്യൂബ് എന്തായി മാറും? 11 ക്യൂബായി മാറും അല്ലേ? 3 കൂടിയാ. 11 ക്യൂബ് എന്ന് പറഞ്ഞാൽ 1331 ആണ്. അപ്പോൾ B ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് ഡിവൈഡഡ് ബൈ 6 ചെയ്യുമ്പോൾ എന്താണ് റിമൈൻഡർ? ആയിക്കോട്ടെ. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 9 ക്യൂബ് ഞാനൊന്ന് കോമൺ എടുക്കുകയാണ്. 9 ക്യൂബ് എന്ന് പറഞ്ഞാൽ 9 × 9 × 9 ഞാൻ കോമൺ എടുക്കുക. അപ്പോൾ ഇവിടെ 1 ആയി. 9 ക്യൂബ് ഇവിടെ നിന്ന് എടുത്താൽ 9⁻1 + 9² + 9 ക്യൂബ് ഇങ്ങനെ പോയി അവസാനം 9⁻100 നിന്ന് 9 ക്യൂബ് പുറത്തെടുത്താൽ 9⁻97 ആയി. ഡിവൈഡഡ് ബൈ 6. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു 3 ക്യാൻസൽ ചെയ്യാം അല്ലേ? ഇവിടെ ഒരു 3 ക്യാൻസൽ ചെയ്താൽ അവിടെ 2 ആയി. ഇവിടെ ഒരു 3 ക്യാൻസൽ ചെയ്താൽ അവിടെ 3 ആയി. അപ്പോൾ ഞാനൊരു 3 ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഇനി 2 ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? ഇല്ലേ? 2 കൂടി ക്യാൻസൽ ചെയ്യാൻ പറ്റിയാൽ മൊത്തം ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ 0 ആണ് റിമൈൻഡർ വരിക. ഓക്കെ. അപ്പോൾ ഇവിടെ 2 വെച്ച് ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നാണ് ചോദ്യം. അപ്പോൾ ഇതൊരു ഈവൻ നമ്പർ ആണോ ഓഡ് നമ്പർ ആണോ എന്നൊന്ന് നോക്കിയേ. ഇവിടെ നിങ്ങളൊന്ന് നോക്കിയേ. ഇതെല്ലാം ഓഡല്ലേ വരിക? 9 ഒരു ഓഡ് നമ്പറാണ്, 1 ഒരു ഓഡ് നമ്പറാണ്. അപ്പം 1ഉം പിന്നെ 9 വരുന്നത്. 9 ഒരു ഓഡ് നമ്പറാണ്. 9² ഓഡ് ഇൻറ്റു ഓഡ് എന്തായാലും ഓഡായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഓരോന്നും ഓഡ് നമ്പേഴ്സാണ്. പക്ഷെ നിങ്ങളൊന്ന് നോക്കിയേ, 2 ഓഡ് നമ്പർ ഞാൻ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചോ. 1 + 1 2 ഓഡ് നമ്പർ ആഡ് ചെയ്താൽ ഈവണായി മാറും. 3 ഓഡ് നമ്പർ ആഡ് ചെയ്താൽ 3 1 ആണ് ആഡ് ചെയ്യുന്നത്, ഓഡാവും. 4 ഓഡ് നമ്പർ ആണെങ്കിൽ വീണ്ടും ഈവൺ ആവും. അപ്പോൾ ശരിക്കും ഈവൻ നമ്പർ ഓഫ് നമ്പേഴ്സ് ആണ് ഇതിനുള്ളിൽ. ഈവൻ നമ്പർ ഓഫ് ഓഡ് നമ്പേഴ്സ് ആണ് ഞാൻ ആഡ് ചെയ്യുന്നതെങ്കിൽ അതൊരു ഈവൻ നമ്പറായി മാറും.
ഓഡ് നമ്പർ ഓഫ് ഓഡ് നമ്പേഴ്സ് ആണ് ഞാൻ ആഡ് ചെയ്യുന്നതെങ്കിൽ അതൊരു ഓഡ് നമ്പറായി മാറും. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര നമ്പേഴ്സ് ഉണ്ട്? ഇവിടെ 1 തൊട്ടിട്ട് 97 വരെയാണ്. 9⁻1 തൊട്ട് 9⁻97 വരെ 97 നമ്പർ ഉണ്ടാവും. പിന്നെ ഒരു 1 ഉണ്ട്. അപ്പോൾ മൊത്തം ഇത് 98 നമ്പേഴ്സ് ഉണ്ട്. 98 ഓഡ് നമ്പേഴ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ ഇതൊരു ഈവൺ നമ്പർ ആയിരിക്കും കിട്ടുക. ഈവൺ നമ്പർ ആണ്, എന്തായാലും 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ മൊത്തം സാധനം ഡിവൈഡ് ചെയ്ത് പോകും. അപ്പോൾ റിമൈൻഡർ എന്താ വരിക? 0 ആണ് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആക്ച്വലി ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം, UPSC ചെറിയൊരു ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു 2 ക്വസ്റ്റ്യനിൽ 2-3 ക്വസ്റ്റ്യനിൽ ഇങ്ങനത്തെ ഒരു ചെറിയ ചേഞ്ച് കാണാം. നിങ്ങൾ ഓപ്ഷൻ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ സാധാരണ ഓപ്ഷൻ ഡി എന്താ വരിക? ദ ക്വസ്റ്റ്യൻ കനോട്ട് ബി ആൻസേർഡ് യൂസിങ് എന്നുള്ള രീതിയിലാണ് പറയുക. പക്ഷെ ഇവിടെ എന്താ വന്നത്? ദ ക്വസ്റ്റ്യൻ ക്യാൻ ബി ആൻസേർഡ് ഈവൻ വിത്തൗട്ട് യൂസിങ് എനി ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്. ഒരു സ്റ്റേറ്റ്മെന്റും ഇല്ലാണ്ട് തന്നെ എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ സ്മോളസ്റ്റ് 1 ഡിജിറ്റ് നമ്പർ ഹാവിങ് എക്സാക്ട്ലി 4 ഡിസ്റ്റിങ്ക്റ്റ് ഫാക്ടർ? 4 ഡിസ്റ്റിങ്ക്റ്റ് ഫാക്ടർ ഉള്ള സ്മോളസ്റ്റ് 1 ഡിജിറ്റ് നമ്പർ ഏതാണ്? അതെന്തായാലും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റൂലേ? എന്തായാലും ഒരു സ്റ്റേറ്റ്മെന്റും ഇല്ലാണ്ട് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ ഒരു നമ്പർ എന്തായാലും ഉണ്ടാവൂലേ? ഉദാഹരണത്തിന് നമുക്ക് നോക്കാം. 1 എന്ന് പറഞ്ഞാൽ ഒറ്റ ഫാക്ടറേ ഉള്ളൂ, 1 അത് അവിടെ കിടക്കട്ടെ. നമുക്ക് 4 ഫാക്ടർ വേണേ. 2 എന്ന് പറഞ്ഞാൽ പ്രൈം നമ്പറാണ്, ഒരിക്കലും വരില്ല, 2 ഫാക്ടറേ ഉള്ളൂ. 3 എന്ന് പറഞ്ഞാലും പ്രൈം നമ്പറാണ്, ഒരിക്കലും വരില്ല, 2 ഫാക്ടറേ ഉണ്ടാവുള്ളൂ. 4 എന്ന് പറഞ്ഞാൽ 1 × 4 എന്ന് എഴുതാം, 2 × 2 എന്ന് എഴുതാം. അപ്പോൾ 1ഉം 4ഉം 2ഉം ഫാക്ടറാണ് അല്ലേ? അപ്പോൾ 3 ഫാക്ടറാണ് ഉള്ളത്. 5 ഒരു പ്രൈം നമ്പറാണ്, അപ്പോൾ 2 ഫാക്ടറേ ഉള്ളൂ. 6 എന്ന് പറഞ്ഞാൽ 1 × 6 എന്നും 2 × 3 എന്നും എഴുതാൻ പറ്റും. അപ്പോൾ 6ന് 1, 2, 3, 4 ഡിസ്റ്റിങ്ക്റ്റ് ഫാക്ടർ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ 6 ആണ്. 6 ആണ് അങ്ങനത്തെ സ്മോളസ്റ്റ് നമ്പർ. സ്റ്റേറ്റ്മെന്റ് ഒന്നും ഇല്ലാണ്ട് തന്നെ എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റി. സോ ആൻസർ എന്താ വരിക? ഡി ആണ്. ദ ക്വസ്റ്റ്യൻ ക്യാൻ ബി ആൻസർഡ് ഈവൻ വിത്തൗട്ട് യൂസിങ് ദ സ്റ്റേറ്റ്മെന്റ്. അതൊന്ന് ശ്രദ്ധിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇതിലും കണ്ടോ, ക്വസ്റ്റ്യൻ ക്യാൻ ബി ആൻസർഡ് ഈവൻ വിത്തൗട്ട് യൂസിങ് ദ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ അത് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ലെറ്റ് PQRS ബി ഡിസ്റ്റിങ്ക്റ്റ് ആണ്, നോൺ സീറോ ആണ്, ഡിജിറ്റ്സ് ആണ്. PP × PQ ചെയ്യുമ്പോൾ നമുക്ക് RRSS ആണ് കിട്ടുന്നത്. P <= 3 ആണ്, Q <= 4 ആണ്. ഓയിക്കോട്ടെ, എന്നാൽ Q എന്താണെന്നാണ് ചോദിച്ചത്. ഓക്കെ ശരി, Q എന്താണെന്നാണ് ചോദിച്ചത്. ശരി, ഇവിടെ നമുക്ക് വരുന്ന പോസിബിലിറ്റി. അപ്പോൾ ഇവിടെ നോക്കിയേ, ക്വസ്റ്റ്യൻ ക്യാൻ ബി ആൻസർഡ് ഈവൻ വിത്തൗട്ട്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. അപ്പോൾ അതൊന്ന് നമുക്ക് നോക്കാം. എന്തായാലും P എന്ന് പറഞ്ഞാൽ <3 ആണ്. അപ്പോൾ Pക്ക് 1 വരാം. അപ്പോൾ 11 × PP എന്ന് പറഞ്ഞാൽ 11 × 1. Qക്ക് എന്തൊക്കെ വരാം? Qക്ക് 4 വരെ വരാം. അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് പോസിബിലിറ്റീസ് ഞാനൊന്ന് എഴുതി. ഡിസ്റ്റിങ്ക്റ്റ് ആയതുകൊണ്ട് Q ഇനി എന്തായാലും 1 വരില്ല, Q ചിലപ്പം 2 വരെ ഇങ്ങനെ വരുമായിരിക്കും. 11 × 13 വേണമെങ്കിൽ വരുമായിരിക്കും, 11 × 14 വരുമായിരിക്കും അല്ലേ? ഈ 3 രീതിയിൽ വരാം, കാരണം Q 4 വരെ വരാം. ഇനി P 2 ആവാലോ, 22 × 21 വരുമായിരിക്കും. 22 × 22 വരില്ല, കാരണം P ഓൾറെഡി 2 എടുത്തോണ്ട് Q 2 വരില്ല. അപ്പോൾ 23 വരുമായിരിക്കും. 22 × 24 ഈ 3 വരുമായിരിക്കും. അതേപോലെ 33 × 31 വരുമായിരിക്കും, 33 × 32 വരുമായിരിക്കും, 33 × 34 വരുമായിരിക്കും. ഇത്രയും രീതിയിലാണ് പോസിബിൾ ആയിട്ട് ഇതിൻ്റെ അകത്തുള്ളത്. ഓക്കെ, ഇനി ഇതിൽ നിങ്ങൾ ഓർക്കേണ്ടത്, ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ RRSS വരുന്നുണ്ട്. RRSS ഒരു 4 ഡിജിറ്റ് നമ്പറാണ്. നിങ്ങൾ 11 × 12 ചെയ്താൽ നിങ്ങൾക്ക് എത്രയാണ് കിട്ടുക? 11 × 11 ചെയ്താൽ ഏകദേശം 121, 130 സംതിങ് അല്ലേ കിട്ടുള്ളൂ, 132 ഒക്കെ കിട്ടുള്ളൂ അല്ലേ? അപ്പോൾ 132 ചെറിയ നമ്പർ അല്ലേ? അപ്പോൾ നിങ്ങൾ ആദ്യം എല്ലാം ഒന്നും ചെയ്ത് നോക്കണ്ട, ഇതൊക്കെ ചെറിയ ചെറിയ നമ്പേഴ്സേ കിട്ടുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾ ഇതുവരെ 33 × 31 എത്ര വരുമായിരിക്കും? 30 × 30 എന്താ? 900 ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാത്രമാണ് 30 × 30 പോലും ചെയ്താൽ 900 വരൂ. അപ്പോൾ ഇതൊക്കെ എന്താ 3 ഡിജിറ്റ് നമ്പറേ വരും. അപ്പോൾ ഇതൊന്നും നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ആകെ നമ്മളൊന്ന് നോക്കേണ്ടത് 33 × 31 ആണോ, 33 × 32 ആണോ, 33 × 34 ആണോ, ഇത് സാറ്റിസ്ഫൈ ചെയ്യാം. ഇനി വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഇവിടെ 3 ആണ് യൂണിറ്റ് ഡിജിറ്റ്, ഇവിടെ 1 ആണ് യൂണിറ്റ്. അപ്പോൾ ഇവിടെ എന്തായാലും 3 യൂണിറ്റ് ഡിജിറ്റിൽ വരും. എന്ന് വെച്ചാൽ S3 ആയിട്ട് കിട്ടും. S3 വരുമോ? ഓൾറെഡി P3 കൊടുത്ത S3 വരുമോ? ഡിസ്റ്റിങ്ക്റ്റ് അല്ല. അപ്പോൾ ഇതും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഈ 2 എണ്ണം നോക്കിയാൽ മതി. അപ്പോൾ വെറുതെ നിങ്ങളൊന്ന് 33 × 32 ഒന്ന് ചെയ്തേ. 33 × 32 ചെയ്താൽ 6, 2 × 3 6 ആണ്, 3 × 3 9 ആണ്, 3 × 3 9 ആണ്, 6 15 1056. അത് RRSS ഫോമിലല്ലോ, അപ്പോൾ അതും അല്ല. ഓക്കെ, അപ്പോൾ അതുമല്ല. ആകെ ഇനി ബാക്കിയുള്ളത് 33 × 34 ആണ്. അതൊന്ന് ചെയ്ത് നോക്കാം. 33 × 34, 4 × 3 12, 4 × 3 12 13, 3 × 3 9, 3 × 3 9, 2 12 11 1122 1122 RRSS ഫോമാണ്. അപ്പോൾ Q = എന്തായിരിക്കും? 4 ആയിരിക്കും. ഞാനിവിടെ സ്റ്റേറ്റ്മെന്റ്സ് യൂസ് ചെയ്തിട്ടില്ല. സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യാതെ തന്നെ എനിക്ക് ആൻസർ കിട്ടുന്നുണ്ട്. അപ്പോൾ ആൻസർ എന്താ വരിക? ഡി ആണ് വരിക. ക്വസ്റ്റ്യൻ ക്യാൻ ബി ആൻസർഡ് ഈവൻ വിത്തൗട്ട് യൂസ് വരും.
ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ക്യൂ ഈസ് റിലേറ്റഡ് ടു പി. അപ്പോൾ അതൊരു റിലേഷനാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ ക്യൂവിനെ പിയുമായിട്ട് കണക്ട് ചെയ്യണം. ഇതിൽ പിനെ കുറിച്ചാണ് പറയുന്നത്, ഇതിൽ ക്യൂവിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും രണ്ട് സ്റ്റേറ്റ്മെൻറ്റും വേണ്ടി വരുമായിരിക്കും. അപ്പോൾ നമുക്ക് അത് രണ്ടും വെച്ചിട്ടൊന്ന് വരച്ചു നോക്കാം. എന്തായാലും മിനിമം രണ്ട് സ്റ്റേറ്റ്മെൻറ്റും വേണം. അപ്പോൾ പി ഹാസ് 2 സിസ്റ്റേഴ്സ്. പിന് 2 സിസ്റ്റേഴ്സ് ഉണ്ട്. ആറും എസും സിസ്റ്റേഴ്സാണ്. അപ്പം നമ്മളത് ഫീമെയിൽ ആണെന്ന് കിട്ടും. അപ്പോൾ ഞാനിങ്ങനെ വരച്ചു. ആർസ് ഫാദർ ഇസ് ദ ബ്രദർ ഓഫ് ക്യൂ. ആറിൻ്റെ ഫാദർ, ആറിനൊരു ഫാദർ ഉണ്ട്. അപ്പോൾ ഇവർക്കൊരു ഫാദർ ഉണ്ട്. അയാൾ ബ്രദർ ഓഫ് ക്യൂ ആണ്. അപ്പോൾ ഇയാൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇയാൾ ബ്രദർ ഓഫ് ക്യൂ ആണ്, ക്യൂവിൻ്റെ ബ്രദർ. ക്യൂവിൻ്റെ ജെൻഡർ പറഞ്ഞിട്ടില്ല. അപ്പം ഹൗ ഈസ് ക്യൂ റിലേറ്റഡ് ടു ബി പറയാൻ പറ്റുമോ? ജെൻഡർ ഇല്ലെങ്കിൽ ഇപ്പോൾ ക്യൂ ആണാണെങ്കിൽ ക്യൂ അങ്കിളായിരിക്കും, ക്യൂ പെണ്ണാണെങ്കിൽ ക്യൂ ആണ്ടായിരിക്കും. നമുക്ക് റിലേഷൻ പറയാൻ പറ്റില്ല ക്യൂവിൻ്റെ ജെൻഡർ ഇല്ലാതെ. അപ്പോൾ 2 UPSC ക്വസ്റ്റ്യനും 2 എണ്ണം ഇത്തവണ ചോദിച്ചതും ജെൻഡർ UPSC തന്നിട്ടില്ല. അത് വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്തത്. അപ്പം ദിസ് ക്വസ്റ്റ്യൻ കനോട്ട് ബി ആൻസേർഡ് യൂസിങ് ദ ഗിവൺ സ്റ്റേറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ കണ്ടോ കനോട്ടാണ് കൊടുത്തത്. അപ്പോൾ ചില ക്വസ്റ്റ്യൻസിൽ കനോട്ട്, ചില ക്വസ്റ്റ്യനിൽ അതെന്തായുണ്ട് ക്യാൻ ബി ആൻസർഡ് ഈവൻ വിത്തൗട്ട്. അങ്ങനത്തെ രീതിയിലാണ് ഇത്തവണ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ ഫുട്ബോൾ മാച്ച് ടീം പി പ്ലേയിങ് അഗെയിൻസ്റ്റ് ക്യൂ വാസ് ബിഹൈൻഡ് 3 goals വിത്തിൻ 10 minutes ഓഫ് 10 മിനിറ്റ് ഉണ്ട്. അപ്പോൾ 90 മിനിറ്റുള്ള ഫുട്ബോൾ മാച്ച് ആണെങ്കിൽ ഒരു 80 മിനിറ്റ് കഴിഞ്ഞു. 80 മിനിറ്റ് കഴിഞ്ഞപ്പം പിയും ക്യൂവും തമ്മിലുള്ള മാച്ചാണ്. ഓക്കെ, 3 goalന് ബിഹൈൻഡ് ആയിരുന്നു പി. 3 goalന് ബിഹൈൻഡ് ആയിരുന്നു പി. ഓക്കെ, പി ജയിച്ചോ ഈ മാച്ച്? നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല അല്ലേ. 10 മിനിറ്റിനെ കുറിച്ചിട്ടുള്ള കാര്യം നമുക്കറിയില്ല. 80 മിനിറ്റ് വരെയുള്ള അറിയൂ. ആ 10 മിനിറ്റിൻ്റെ കാര്യം കൂടി അറിഞ്ഞാലേ പി ജയിച്ചോ ഇല്ലയോ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും സ്റ്റേറ്റ്മെൻറ്റ്സ് വേണം. സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറയുന്നത്? ടീം പി സ്കോർഡ് 4 goals ഇൻ ദ ലാസ്റ്റ് 10 minutes. പി ലാസ്റ്റ് 10 minutesൽ 4 goal അടിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ടീം ക്യൂ സ്കോർഡ് ടോട്ടൽ ഓഫ് 4 goals. അപ്പോൾ നമുക്ക് 2 സ്റ്റേറ്റ്മെൻറ്റും വെച്ചിട്ട് ഞാനൊന്ന് പറഞ്ഞു നോക്കാം. അപ്പോൾ 80 മിനിറ്റ് ആവുമ്പം ഏതൊക്കെ കണ്ടീഷൻസ് വരാം? പി 0യും ക്യൂ 3യും വരാം അല്ലേ, 3 goalsന് ബിഹൈൻഡ് ആണ്. അല്ലെങ്കിൽ എന്ത് വരാം? പി 1ഉം ക്യൂ 4ഉം വരാം. കാരണം ക്യൂ 4 goals വരെ മൊത്തം 4 goal അടിക്കുന്നുണ്ട്. അപ്പോൾ 4ൻ്റെ മേലെ ക്യൂ 5 വരില്ല. കാരണം ക്യൂ മാക്സിമം 4 goal അടിക്കുന്നുള്ളൂ. അപ്പോൾ 1 ഇങ്ങനെ 2 കണ്ടീഷൻ വരാം 80 മിനിറ്റ് ആകുമ്പോൾ. ഇനി 90 മിനിറ്റ് ആകുമ്പോഴേക്ക് എന്തൊക്കെ സംഭവിക്കും? ക്യൂ മൊത്തം 4 goal അടിച്ചിട്ടില്ലേ, അപ്പോൾ ക്യൂ 1 goal കൂടി ഇവിടെ അടിച്ചിട്ടുണ്ടാവും. അപ്പോൾ 4 ആവും. ഓക്കെ, പിന്നെ പിയോ ലാസ്റ്റ് 10 minutesൽ 4 goal അടിച്ചു. അപ്പോൾ 4-4 മാറി. ഈ കേസ് ആണെങ്കിലോ ഓൾറെഡി ക്യൂ 4 അടിച്ചിട്ടുണ്ട്. അപ്പം അത് 4 തന്നെയായിട്ട് നിൽക്കും. കാരണം 4ആണ് ക്യൂ ടോട്ടൽ സ്കോർ ചെയ്തത്. പി ലാസ്റ്റ് 10 minutesൽ ഒരു 4 goal കൂടി അടിച്ചു. അപ്പോൾ 5-4 മാറും സ്കോർ. അപ്പോൾ പി ജയിച്ചോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമോ? ഈ കണ്ടീഷനാണ് പി ജയിച്ചു, ഈ കണ്ടീഷനാണ് സമനിലയല്ലേ, ടൈ അല്ലേ. പി ജയിച്ചോ? ഇല്ല, പി ജയിച്ചില്ല, ടൈ ആണ്. അപ്പോൾ പി ജയിച്ചോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. ഈ 2 കണ്ടീഷനിൽ 2 ആൻസറാണ് വരുന്നത്. സോ ക്വസ്റ്റ്യൻ cannot be answered even using any of the statement. ഓക്കെ, ശരി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈസ് പി പ്ലസ് ക്യൂ സ്ക്വയർ മൈനസ് പി ക്യൂ വെർ പി ക്യൂ നാച്ചുറൽ നമ്പർ പോസിറ്റീവ്? ഇത് പോസിറ്റീവ് ആണോ എന്നാണ് ചോദിച്ചത്. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കാം. പി പ്ലസ് ക്യൂ സ്ക്വയർ മൈനസ് പി ക്യൂനെ നമുക്ക് 4pq നമുക്ക് ആദ്യം ഒന്ന് ചെറുതാക്കാൻ പറ്റുമോ നോക്കാം. പി പ്ലസ് ക്യൂ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq മൈനസ് 4pq. അപ്പോൾ പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ 2pq മൈനസ് 4pq മൈനസ് 2pq ആണ്. അപ്പോൾ ഇത് ആക്ച്വലി എന്തായി മാറി? പി മൈനസ് ക്യൂ ഹോൾ സ്ക്വയർ ആയി. പി മൈനസ് ക്യൂ ഹോൾ സ്ക്വയർ ആണ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ മൈനസ് 2pq. പി മൈനസ് ക്യൂ ഹോൾ സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0 ആണോ എന്നാണ് ചോദ്യം. യെസ് ഓർ നോ എന്നാണ് ചോദ്യം. ഓക്കെ, ആക്ച്വലി ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്തായാലും സ്ക്വയേഴ്സ് എല്ലാം ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കില്ലേ? എല്ലാ സ്ക്വയേഴ്സും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കില്ല. അതിലൊരു പ്രശ്നമുണ്ട്, ഞാനത് പറയാം. ഉദാഹരണത്തിന് ഇവിടെ പി -1 എന്ന് കിട്ടിയെന്ന് വിചാരിച്ചോ. പി മൈനസ് ക്യൂ -1 എന്ന് കിട്ടി. -1ന്റെ സ്ക്വയർ എടുത്താൽ എന്തായാലും അത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കില്ലേ? കാരണം എല്ലാത്തിൻ്റെ സ്ക്വയറും പോസിറ്റീവായി മാറില്ലേ. അപ്പോൾ എന്തായാലും ഗ്രേറ്റർ ദാൻ 0 ആണോ എന്ന് ചോദിച്ചാൽ പോസിറ്റീവ് ആണോ, അത് തന്നെയാണ് ഇവിടെ ചോദിച്ചത്. പോസിറ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ എല്ലാ സ്ക്വയേഴ്സും പോസിറ്റീവ് ആണ്. പക്ഷെ ഇതിലൊരു പ്രശ്നമുണ്ട്. പി ഈക്വൽ ടു ക്യൂ വരികയാണെങ്കിൽ, ഉദാഹരണത്തിന് പിയും ക്യൂവും 2ഉം 2ഉം വന്നു വിചാരിച്ചോ. 2 - 2 സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0 ആണോ? 0 തന്നെയാണ്. അപ്പോൾ ഗ്രേറ്റർ ദാൻ 0 അല്ലെ പോസിറ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ 0 പോസിറ്റീവ് ആണോ? അല്ല, 0 പോസിറ്റീവ് അല്ല, നെഗറ്റീവ് അല്ല. അപ്പോൾ അങ്ങനെ ഒരു കേസ് വരികയാണെങ്കിൽ നമ്മൾ അല്ല എന്ന് പറയേണ്ടി വരും. അപ്പോൾ നിങ്ങളിവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. പിയും ക്യൂവും ഡിസ്റ്റിങ്ക്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടോ ക്വസ്റ്റ്യനിൽ? ഒന്ന് നോക്കിയേ, പിയും ക്യൂവും ഡിസ്റ്റിങ്ക്റ്റ് ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. അതിൻ്റെ അർത്ഥം പിയും ക്യൂവും ഈക്വൽ വേണമെങ്കിൽ സെയിം വരാം. അപ്പോൾ 2 എന്നുള്ള കണ്ടീഷനൊക്കെ വേണമെങ്കിൽ വരാം. അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റില്ല.
ഓക്കെ, ഇനി നമുക്ക് സ്റ്റേറ്റ്മെന്റ്സ് നോക്കാം. ഓക്കെ, അപ്പം ഈവൻ വിത്ത് ഇത് ശരിയല്ല. ക്വസ്റ്റ്യൻ ക്യാൻ ബി ആൻസർഡ് ഈവൻ വിത്തൗട്ട്. ഒരു സ്റ്റേറ്റ്മെന്റും ഇല്ലെങ്കിൽ പിയും ക്യൂവും ഡിസ്റ്റിങ്ക്റ്റ് ഈക്വൽ ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ 0 അല്ല വരുന്നത്. അപ്പം നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നോന്ന് പോസിറ്റീവ് അല്ല വരുന്നത്. അപ്പം നമ്മൾ നോന്ന് ആൻസർ ചെയ്യേണ്ടി വരും. എന്നാൽ പിയും ക്യൂവും ഡിസ്റ്റിങ്ക്റ്റ് അല്ലെങ്കിൽ വേറെ ഏതാണെങ്കിലും പി ക്യൂവിനെക്കാട്ടും വലുതായാലും ക്യൂ പിന്നെക്കാട്ടും വലുതായാലും എന്താണെങ്കിലും സ്ക്വയർ ചെയ്യുമ്പോൾ പോസിറ്റീവായി മാറുകയും ചെയ്യും. അത് ഓക്കെയാണ്. അപ്പോൾ ഇവിടെ അങ്ങനത്തെ കേസ് വന്നു കഴിഞ്ഞാൽ യെസ്. ഡിസ്റ്റിങ്ക്റ്റ് അല്ലെങ്കിൽ യെസ് എന്ന് ആൻസർ ചെയ്യും. ഡിസ്റ്റിങ്ക്റ്റ് അല്ലെങ്കിൽ അതായത് സെയിം ആണെങ്കിൽ നോ എന്നാണ് ആൻസർ വരിക. ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ രണ്ടും ഡിഫറെൻ്റ് ആണെങ്കിൽ യെസ് എന്ന് ആൻസർ വരും. അപ്പോൾ സ്റ്റേറ്റ്മെന്റ്സ് ഒന്നും യൂസ് ചെയ്യാതെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റില്ല. നമുക്ക് സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പി ലെസ് ദാൻ ക്യൂ. ഓക്കെ, ഡിസ്റ്റിങ്ക്റ്റ് അല്ല, പി ലെസ് ദാൻ ക്യൂ ആണ്. അപ്പോൾ എന്തായാലും സ്ക്വയർ പോസിറ്റീവായി മാറും. അപ്പോൾ ഇത് വെച്ചിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. പി ഗ്രേറ്റർ ദാൻ ക്യൂ ആയാലും ഡിസ്റ്റിങ്ക്റ്റ് അല്ല, പി കൂടുതലാണ്. ഓക്കെ, പി കൂടുതലാണെങ്കിലും നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. അപ്പം സ്റ്റേറ്റ്മെന്റ് 1 മാത്രം വെച്ചിട്ട് ആൻസർ ചെയ്യാം, സ്റ്റേറ്റ്മെന്റ് 2 മാത്രം വെച്ചിട്ട് ആൻസർ ചെയ്യാം. പക്ഷേ രണ്ട് സ്റ്റേറ്റ്മെന്റും ഇല്ലെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഏതാ ആൻസർ വരിക? ബി ആ വരിക. ദ ക്വസ്റ്റ്യൻ ക്യാൻ ബി ആൻസർഡ് ബൈ യൂസിങ് എയ്തർ സ്റ്റേറ്റ്മെന്റ് അല്ല. 1 മാത്രം വെച്ചിട്ടും 2 മാത്രം വെച്ചിട്ടും ആൻസർ ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പിന്നെ അപ്പോൾ ഇതും ഒരു പുതിയ അപ്രോച്ചാണ് UPSCയുടെ വാല്യൂ 1 വാല്യൂ 2 വാല്യൂ 3 എന്നുള്ള പോലെ തന്നിട്ടുള്ള ഒരു സാധനം. വാല്യൂ 1 വാല്യൂ 2 വാല്യൂ 3 എന്ന് പറഞ്ഞാൽ വാല്യൂ 1 എന്താണ്, വാല്യൂ 2 എന്താണ്, വാല്യൂ 3 എന്താണെന്ന് കണ്ടുപിടിക്കണം. അതിൻ്റെ ഒരു കമ്പാരിസൺ ആണ് ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പറയുന്നത് 3 പ്ലെയേഴ്സ് ഉണ്ട്, x+y. അവർ 3 ആളും കൂടി എടുത്ത x+y+z 37 ആണ്. റേഷ്യോ ഓഫ് ദ നമ്പർ ഓഫ് റൺസ് സ്കോർഡ് ബൈ x ടു ദ നമ്പർ ഓഫ് റൺസ് സ്കോർഡ് ബൈ y ഈസ് ഈക്വൽ ടു റേഷ്യോ ഓഫ് നമ്പർ ഓഫ് റൺസ് സ്കോർഡ് ബൈ y ടു ദ നമ്പർ ഓഫ് ബൈ z. ഇപ്പം ഇങ്ങനെ വന്നു. ഇനി ഞാൻ ഇതിനെങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ x ഇൻറ്റു z ഇസ് ഈക്വൽ ടു y² എന്ന് വന്നു. നമുക്ക് രണ്ട് ഇക്വേഷനാണ് ഉള്ളത്, x+y+z 37ഉം x ഇൻറ്റു y² ഇത് വെച്ച് എക്സും വൈയും സെഡും കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ കുറച്ച് പാടാണ് കണ്ടുപിടിക്കാൻ. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ. എന്തുകൊണ്ടാണെന്നറിയോ? കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഞാൻ എക്സിനെ സെഡിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ വിചാരിച്ചു. അപ്പോൾ ഉദാഹരണത്തിന് വെറുതെ ഞാൻ എടുക്കുകയാണ് x1ഉം z2 ആണെന്ന് വിചാരിച്ചു. ചുമ്മാ അങ്ങനെ അതല്ല വരുന്നത്, ഞാൻ വെറുതെ പറയാണ്. ഇനി x2 z1 ആണെന്ന് വിചാരിച്ചു. എന്നാൽ രണ്ട് കേസിൽ x ഇൻറ്റു z സെയിം തന്നെയല്ലേ വരാൻ പാടുള്ളൂ. x ഇൻറ്റു z സെയിം അല്ലേ? ഇനിയിപ്പോൾ ഇവിടെ ഞാൻ എക്സിനെ സെഡിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെന്ന് വിചാരിച്ചു. അപ്പോഴും x+y+z എന്തായാലും ആൻസർ സെയിം അല്ലേ വരിക. അപ്പോൾ ശരിക്കും എക്സിനെ സെഡിനെ ഇൻ്റർചേഞ്ച് ചെയ്തുകൂടെ? അപ്പോൾ ശരിക്കും എക്സ് സെഡിനെക്കാട്ടും വലുതാണോ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാലോ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാലും ആൻസർ സെയിം തന്നെ വരൂലേ. x ഇൻറ്റു z z ഇൻറ്റു എക്സും സെയിം ആണ്, x+y+zഉം z+y+xും സെയിം ആണ്. അപ്പോൾ എക്സിനും വൈനും സെഡ്സിനും സെഡിനും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാലും ആൻസർ എന്തായാലും സെയിം ആണ്. മീൻസ് എന്താ അങ്ങനെ മാറ്റിയാലും ഈ 37 അതേപോലെ നിൽക്കും, y² അതേപോലെ തന്നെ നിൽക്കും. അപ്പോൾ ശരിക്കും നമ്മൾ x ഗ്രേറ്റർ ദാൻ z ആണെന്ന് പറയാൻ പറ്റുമോ? ഈ രണ്ട് കണ്ടീഷനും ഓക്കെ അല്ലേ? ചിലപ്പം ഗ്രേറ്റർ ആവാം, ചിലപ്പോൾ ലെസ് ആവാം, നമുക്കൊന്നും പറയാൻ പറ്റില്ല. ആൻസർ എന്താ? കനോട്ട് ബി ഡിറ്റർമൈൻഡ് ആയിരിക്കും. നിങ്ങളിത് ചെയ്യാതെ തന്നെ ആ ലോജിക്കലി അങ്ങനെ ആലോചിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഇതിനനുസരിച്ച് കണ്ടുപിടിക്കാൻ നല്ല പാടാണിത്. ഇക്വേഷൻ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര പാടാണ്. നിങ്ങൾ ഇതിൽ ആക്ച്വലി ആൻസർ വരിക എക്സും വൈയും സെഡും. ആക്ച്വലി UPSC ഉദ്ദേശിച്ചതും അങ്ങനെ ചെയ്യാൻ തന്നെയാണ്, കാരണം ഇത് കണ്ടുപിടിക്കാൻ കുറച്ച് പാടാണ്. അപ്പം ഇവിടെ y വരിക 12 ആണ്. ഓക്കെ, അപ്പോൾ 12² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 144 ആണ് വരിക. ഓക്കെ, 144 എന്ന് പറഞ്ഞാൽ ആക്ച്വലി 9 ഇൻറ്റു 12 ആണ്. ഓക്കെ, 9 ഇൻറ്റു 12 ആണ്. 9 ഇൻറ്റു 12 അല്ല. അപ്പം 144 ഡിവൈഡഡ് ബൈ 9 ചെയ്യുമ്പോൾ എന്ത് വരും? 1 9s are 9, പിന്നെ 54. 9 ഇൻറ്റു 16 ആണ്. 9 ഇൻറ്റു 16 ആണ് 144. അപ്പോൾ നിങ്ങൾ 9ഉം 16ഉം 12ഉം ഒന്ന് ആഡ് ചെയ്ത് നോക്കിയാൽ 9ഉം 12ഉം 21 + 16 37 വരുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി എക്സും വൈയും സെഡും എക്സ് 9 y 12 z 16 ഇങ്ങനെ വരാം. അങ്ങനെയാണെങ്കിൽ സാറ്റിസ്ഫൈ ആവും. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സ് 16ഉം y 12നെയും z 9 വന്നാലും ഇത് സാറ്റിസ്ഫൈ ആവും. അതാണ് നമ്മൾ പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്താലും ഇത് കറക്റ്റ് സെയിം തന്നെയാണ് വരിക. എല്ലാ തന്നിരിക്കുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവും. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ y z ആണെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ വാല്യൂ 1 വാല്യൂ 3 നമുക്ക് വാല്യൂ 1ഉം വാല്യൂ 3യും തമ്മിൽ നമുക്ക് ഒരു റിലേഷൻ പറയാൻ പറ്റില്ല. ഗ്രേറ്റർ ആണോ ലെസ് ആണോ എന്നൊന്നും പറയാൻ പറ്റില്ല. എന്ത് വേണമെങ്കിലും വരാം. അപ്പോൾ ഇത് D ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ ലെറ്റ് p+q 10 ആണ്, pq ഇൻറ്റിജേഴ്സ് ആണ്, ആയിക്കോട്ടെ. മാക്സിമം വാല്യൂ ഓഫ് p ഇൻറ്റു q, ദെൻ pq പോസിറ്റീവ് ആകുമ്പോൾ. അപ്പോൾ പിയും ക്യൂവും 10 ആണ്, ഇൻറ്റിജേഴ്സ് ആണെന്നേ പറയുന്നുള്ളൂ. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഏതെങ്കിലും ഒന്ന് നെഗറ്റീവ് വരികയാണെങ്കിൽ ഇതിലേതെങ്കിലും എന്തായാലും രണ്ടും നെഗറ്റീവ് വരില്ല. രണ്ടും നെഗറ്റീവ് വന്നാൽ -1 + മൈനസ് ആൻസറാണ് വരിക. അപ്പോൾ ചിലപ്പോൾ ഒന്ന് നെഗറ്റീവ് വരാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇത് -1 വന്നു, ഇത് +11 വന്നു,
11 - 1 ചെയ്താൽ 10 വരുന്നുണ്ട്, അങ്ങനെ വരാം. പക്ഷെ ആ കേസിൽ ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ നെഗറ്റീവ് ആവില്ലേ? നെഗറ്റീവായ ചെറിയ നമ്പറായി മാറില്ലേ? അപ്പോൾ എന്തായാലും രണ്ടും പോസിറ്റീവ് വരാനാണ് ചാൻസ്. P+Q പോസിറ്റീവ് വരാനാണ് ചാൻസ്. അങ്ങനെയാണെങ്കിൽ 1928 എന്നൊക്കെയുള്ള രീതിയിൽ വരാം. ഇതിൽ മാക്സിമം വാല്യൂ ഓഫ് P × Q എപ്പോഴാണ് വരിക? അത് എപ്പോഴാണ് വരിക എന്ന് പറഞ്ഞാൽ Pയും Qയും അടുത്തടുത്താവുമ്പോഴാണ്. എന്ന് വെച്ചാൽ Pയും Qയും ഡിസ്റ്റിങ്ക്റ്റ് ആണെന്ന് ഇവിടെ പറയുന്നില്ല കേട്ടോ, ഡിസ്റ്റിങ്ക്റ്റ് ആണെന്ന് പറയുന്നില്ല. അപ്പോൾ Pനും Qനും വേണം എനിക്ക് രണ്ടിനും 5 കൊടുക്കാം. 5 × 5 25. ഇതായിരിക്കും ഇതിൻ്റെ വലിയ വാല്യൂ. കാരണം നിങ്ങൾ നോക്കിയേ, 1 × 9 9, 2 × 8 ആണെങ്കിൽ 16 വരിക. ഇനി 3ഉം 7ഉം ആണെങ്കിൽ 21 വരിക. 4ഉം 6ഉം ആണെങ്കിൽ 24. ഏറ്റവും എപ്പോഴും വലുത് വരിക ഏറ്റവും രണ്ട് നമ്പർ അടുത്തടുത്ത് വരുമ്പോഴാണ് വലുത് വരിക. അപ്പോൾ വാല്യൂ 1 എന്താ? 25 ആണ്. മാക്സിമം വാല്യൂ ഓഫ് P × Q എന്ന് പറഞ്ഞാൽ 25 ആണ്. ഓക്കെ. വാല്യൂ 2 എന്ന് പറഞ്ഞാൽ ഇവിടെ Pയും Qയും പോസിറ്റീവ് ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ നെഗറ്റീവ് നോക്കേണ്ട കാര്യമില്ല, ആക്ച്വലി പോസിറ്റീവ് മാത്രം നോക്കിയാൽ മതി. മാക്സിമം വാല്യൂ ഓഫ് P × Q വെൻ P > -6, Q > -4. അപ്പോഴും എന്തെന്നെ വരും? ഇതന്നെയല്ലേ ഗ്രേറ്റസ്റ്റ് വാല്യൂ? ഇത് മൊത്തത്തിലുള്ള ഗ്രേറ്റസ്റ്റ് വാല്യൂ 25 അല്ലേ? അപ്പോൾ P -6 വലുതാണ്, Q -4 വലുതാണെങ്കിലും ഉള്ള ഗ്രേറ്റസ്റ്റ് വാല്യൂ എന്താ വരിക? P+Q 10 വരെയും വേണം. അപ്പോൾ രണ്ടും പോസിറ്റീവ് ആയിരിക്കും വരിക. മാക്സിമം വാല്യൂ ഓഫ് P × Q വരണമെങ്കിൽ രണ്ടും പോസിറ്റീവ് വരണം. അപ്പോൾ 5 × 5 തന്നെയല്ലേ എവിടെയും വരിക. അപ്പം വാല്യൂ 2ഉം 25 തന്നെയാണ് വരിക. അപ്പോൾ ആൻസർ എന്താ വരിക? വാല്യൂ 1 = വാല്യൂ 2. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതും വാല്യൂ 1 വാല്യൂ 2 എന്നുള്ള പോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ മിനിമം വാല്യൂ ഓഫ് ആവറേജ് ഓഫ് ദ നമ്പേഴ്സ് ഓഫ് ദ സെറ്റ്. This is a set of 11 numbers ട്ടോ. When they are consecutive integers greater than or equal to -5. -5 വലിയ -5 അല്ലെ അതിൽ കൂടിയോ വലിയ ഇൻറ്റിജേഴ്സ് ആയിരിക്കണം ഈ 11 നമ്പറും അല്ലേ? അതിൻ്റെ മിനിമം വാല്യൂ എപ്പോഴാണ് വരിക? മിനിമം വാല്യൂ ആവറേജ് വരിക എപ്പോഴാണ്? നെഗറ്റീവ് കൂടുമ്പോഴല്ലേ? അപ്പം ശരിക്കും നിങ്ങൾക്ക് കോൺസിക്യൂട്ടീവ് ആണെന്ന് പറയുന്നുണ്ട്, കോൺസിക്യൂട്ടീവ് ഇൻറ്റിജേഴ്സാണ്. അപ്പം മിനിമം വരിക -5 എടുക്കാമല്ലോ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -5 ആണ്. അപ്പം -5 -4 -3 -2 -1 0 11 എണ്ണല്ലേ? അപ്പോൾ ഇവിടെ 5 എണ്ണം, ഇത് ആറാമത്തെ ആള് 1 2 3 4 5. ഇങ്ങനെ കോൺസിക്യൂട്ടീവ് വരുമ്പോഴായിരിക്കും ഇതിൻ്റെ ആവറേജ് മിനിമം ആവുക അല്ലേ? ഏറ്റവും ചെറിയ നമ്പേഴ്സ് വരുമ്പോൾ ആവറേജ് കുറയും. അപ്പം നെഗറ്റീവ് നമ്പേഴ്സ് മാക്സിമം എടുക്കാൻ നോക്കുക. അപ്പം നെഗറ്റീവ് നമ്പേഴ്സ് -5 തന്നെ അങ്ങ് തുടങ്ങുക. അപ്പോഴാണ് ആവറേജ് മിനിമം ആവുക. ഇതിൻ്റെ ആവറേജ് എന്താ വരിക? മിഡിലുള്ള ആളായിരിക്കും ആവറേജ് വരിക അല്ലേ? ഇതേപോലെ ഈക്വലി ഇങ്ങനെ ആഡ് ചെയ്താണ് പോകുന്നതെങ്കിൽ -5 ഒന്ന് ആഡ് ചെയ്താണ് പോകുന്നത്. അപ്പോൾ ആവറേജ് മിഡിലുള്ള ആൾ 0. വാല്യൂ 1 0 ആണ്. അതാണ് അതിൻ്റെ മിനിമം വാല്യൂ. ഇനി മിനിമം വാല്യൂ ഓഫ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ് ഓഫ് ദ സെറ്റ് വെൻ ദേ ആർ കോൺസിക്യൂട്ടീവ് നോൺ നെഗറ്റീവ് ഇൻറ്റിജേഴ്സ്. നെഗറ്റീവ് ആവരുത്. അപ്പോൾ 0 ആയിക്കൂടെ? ഓക്കെ, 0 ആവാലോ, പ്രശ്നമില്ലല്ലോ, നെഗറ്റീവ് ആവരുത്. അപ്പോൾ ഏതെങ്കിലും ഒരു നമ്പർ 0 ആയാൽ 0 1 2 3 ഇങ്ങനെയായിരിക്കും പോകുന്നത്. ഇങ്ങനെ 11 തന്നെ ആയിരിക്കും. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക ആൻസർ? 0 ഉണ്ടെങ്കിൽ അത് 0 തന്നെ വരൂലേ? എല്ലാം 0 ഇല്ല, എല്ലാം പോസിറ്റീവ് ആണെങ്കിൽ ഒരു പോസിറ്റീവ് വാല്യൂ വരും, വലിയ വാല്യൂ വരും. അപ്പോൾ 0 ഇൻക്ലൂഡ് ചെയ്യാം, കാരണം നോൺ നെഗറ്റീവ് എന്ന് പറയുന്നുള്ളൂ, പോസിറ്റീവ് എന്ന് പറയുന്നില്ല. നോൺ നെഗറ്റീവും പോസിറ്റീവും വ്യത്യാസമുണ്ട്. നോൺ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആവുന്നില്ല എന്ന് അർത്ഥം. അപ്പോൾ 0 ഇൻക്ലൂഡ് ചെയ്യാം. എന്നാൽ പോസിറ്റീവ് എന്ന് പറയുമ്പോൾ 0 ഇൻക്ലൂഡ് ചെയ്യരുത്, കാരണം 0 പോസിറ്റീവ് അല്ല നെഗറ്റീവ് അല്ല അല്ലേ? അപ്പോൾ ഇവിടെയും 0 ആണ്. അപ്പോൾ വാല്യൂ 1 = വാല്യൂ 2 ഇതാണ് വരിക അവിടെ 0. ഓക്കെ, അപ്പോൾ 77 C ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ആവറേജ് ഓഫ് 3 നമ്പേഴ്സ് PQR is K. P is as much more than the average of as Q is less than the average. എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിച്ചത്? അപ്പം ഞാനൊരു 3 നമ്പർ എടുക്കാൻ വിചാരിച്ചു. 10 8 6. 10 8 6ൻ്റെ കേസ് എടുക്കുമ്പം ഇവിടെ ഒരേപോലെയാണ് ഇങ്ങനെ കുറഞ്ഞു പോകുന്നത് അല്ലേ? 10 8 2 കുറഞ്ഞപ്പോൾ 8 2 കുറഞ്ഞപ്പോൾ 6. ഇതിൻ്റെ ആവറേജ് എന്താ വരാൻ പോകുന്നത്? അങ്ങനെ ഒരേപോലെ കുറയോ ഒരേപോലെ കൂടുകയോ ചെയ്യുമ്പോൾ ആവറേജ് 8 ആയിരിക്കും. അപ്പോൾ ആവറേജ് അവിടെ എന്താ വരിക? 8 ആണ് വരിക. ഇനി 8 2 കുറവാണ് 6, 8 2 കൂടുതലാണ് 10 ആണല്ലോ. ഇവിടെ പറയുന്നുണ്ട് PQRൻ്റെ ആവറേജ് K ആണ്. P ഈസ് ആസ് മച്ച് മോർ ദാൻ ദ ആവറേജ്. അപ്പോൾ K ഇന്ന് ഇപ്പോൾ P എത്രയോ കൂടുതലാണ്, ഒരു 2 കൂടുതലാണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ആസ് മച്ച് മോർ ദാൻ ദ ആവറേജ് as Q ഈസ് ലെസ് ദാൻ ദി ആവറേജ്. Q ഈസ് ലെസ് ദാൻ ദ ആവറേജ്. അങ്ങനെയാണെങ്കിൽ K ഇന്ന് Q അത്രയും തന്നെ കുറവാണെന്നാണ് പറയുന്നത്. അപ്പോൾ K ഇന്ന് 2 കുറയ്ക്കുമ്പോഴായിരിക്കും Q. 2 ഞാൻ ചുമ്മാ എടുത്താണ്, എന്ത് വേണേ ആവാം. K ഇന്ന് 2 കൂട്ടിയാൽ P ആണ്, K ഇന്ന് 2 കുറച്ചാൽ Q ആണ്. അങ്ങനെയാണെങ്കിൽ R എന്താന്ന് പറയുന്നത്? അപ്പോൾ ഇവരുടെ ആവറേജ് K തന്നെ വരികയും വേണം. വേണം. അങ്ങനെയാണ് R = K വരണ്ടേ? കാരണം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിപ്പം ഞാനൊരു എക്സാമ്പിൾ എടുക്കാമെന്ന് വിചാരിച്ചോ. 3 എടുത്തു, ഇത് 1 ആണ്, അല്ലെങ്കിൽ വേണ്ട കുറച്ച് വലുതെടുക്കാം. ഇതൊരു 10 ആണ്,
അപ്പോൾ ഇതൊരു 8 ആണ്. നേരത്തെ എടുത്ത എക്സാമ്പിൾ തന്നെ 2 കൂടിയപ്പോൾ 10 ആയി. അപ്പോൾ ഇത് കെ ആണ് കേട്ടോ. 8 എന്ന് പറഞ്ഞാൽ കെ ആണ്, ആവറേജ് ആണ്. അതിൽ നിന്ന് 2 കൂടിയപ്പം നമുക്ക് പി കിട്ടി, 2 കുറഞ്ഞപ്പം നമുക്ക് ക്യൂ കിട്ടി. അപ്പോൾ ഇതിൻ്റെ ആവറേജ് 8 വരേണ്ടത്. അപ്പോൾ ആർ എന്തായിരിക്കും? 8 തന്നെയായിരിക്കും. എന്നാലല്ലേ ആവറേജ് 8 വരുള്ളൂ. കാരണം ഒരുപോലെ പോകുന്ന നമ്പേഴ്സ് ആണെങ്കിലല്ലേ, ഒരേപോലെ കുറഞ്ഞു കുറഞ്ഞു പോകുന്ന നമ്പേഴ്സ് ആണ്. അപ്പോൾ ആർ എന്തായിരിക്കും? എ തന്നെയായിരിക്കും. അപ്പോൾ എ ആണ് ആൻസർ വരിക. ഇനി അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പി പ്ലസ് ക്യൂ പ്ലസ് ആർ എന്നൊക്കെ എടുത്ത് ചെയ്യാം കേട്ടോ. ഈ ഒരു ഞാൻ ഈ കൊടുത്ത 2ന് n എന്നൊക്കെ കൊടുത്തിട്ടൊക്കെ അതിൻ്റെ ആവശ്യമില്ല. നിങ്ങളിങ്ങനെ ലോജിക്കലി ആലോചിച്ചാൽ തന്നെ ആൻസർ കിട്ടും ഇവിടെ. ഇനി എക്സ് ബി എ റിയൽ നമ്പർ ബിറ്റ്വീൻ 0 and 1. അതായത് 0 and 1ൻ്റെ ഇടയിലുള്ള നമ്പേഴ്സാണ് ഹാഫ്, 1/4, 1/8 ഇതൊക്കെ. അപ്പം 0ൻ്റെയും 1ൻ്റെ ഇടയിലുള്ള നമ്പർ ആണെന്ന് പറയുന്നുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്? എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ എക്സ് ക്യൂബ് ആണോ? അപ്പോൾ ഞാൻ എക്സ് ഹാഫ് ആയിട്ട് എടുക്കാൻ വിചാരിച്ചു. ഹാഫിൻ്റെ സ്ക്വയർ എന്താ? 1/4. ഹാഫിൻ്റെ ക്യൂബ് എന്താ? 1/8. 1/4 ഗ്രേറ്റർ ദാൻ 1/8 അല്ലേ? ശരിക്കും 0ൻ്റെയും 1ൻ്റെ മേലെയാണെങ്കിൽ നമുക്കറിയാം എന്തായാലും ക്യൂബാ വലുതാവുക. പക്ഷെ 1ൽ താഴെയുള്ള നമ്പേഴ്സ് ആണെങ്കിൽ 0 മുതൽ 1 വരെ ആണെങ്കിൽ ആക്ച്വലി എന്ത് സംഭവിക്കുക? എക്സ് സ്ക്വയർ ആണ് എക്സ് ക്യൂബിനെക്കാട്ടും വലുത്. കാരണം ഡിനോമിനേറ്ററിലാണ് ഈ വലിയ ആൾക്കാർ വരുന്നത്. ഓക്കെ, ഈവൻ ഡെസിമൽ എടുത്താലും ഇപ്പോൾ 0.5 0ൻ്റെയും 1ൻ്റെ ഇടയിലാണ്. അത് തന്നെയാണ് 1/2. 0.5ൻ്റെ സ്ക്വയർ എന്താ വരിക? 0.25 ആ. ഓക്കെ, 0.5ൻ്റെ ക്യൂബ് എന്താ വരിക? 0.125 ആ. ക്യൂബ് ചെറുതല്ലേ? 0.25 അല്ലേ വലുത്? അതിൻ്റെ പകുതിയല്ലേ 125 എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിനെക്കാട്ടും ചെറുതാണ് വരിക. അപ്പോൾ ഇത് കറക്റ്റാണ്, സ്ക്വയർ ആണ് വലുത് വരിക. ഇനി എക്സ് ഗ്രേറ്റർ ദാൻ റൂട്ട് എക്സ് ആണോ? ഞാൻ എക്സ് ഇപ്പോൾ 1/4 എന്ന് എടുത്തു എന്ന് വിചാരിച്ചോ. റൂട്ട് എക്സ് അപ്പോൾ എന്ത് വരും? റൂട്ട് ഓഫ് 1/4 എന്ന് വെച്ചാൽ 1/2. അപ്പോൾ 1/4ഉം 1/4ഉം വരുമ്പോൾ 1/4 ആണോ വലുത്? അല്ല, 1/2 ആ വലുത്. അപ്പോൾ ഇത് തെറ്റല്ലേ? ഇത് തെറ്റാണ്. അപ്പോൾ 1 ഓൺലി ആണ് അവിടുത്തെ കറക്റ്റ് ആൻസർ. അപ്പോൾ നിങ്ങൾ എക്സാമ്പിൾ എടുത്ത് നോക്കിയിട്ട് ചെയ്താൽ മതി അത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡിഫറൻസ് ബിറ്റ്വീൻ എനി 2 നാച്ചുറൽ നമ്പർ. 2 നാച്ചുറൽ നമ്പറിൻ്റെ ഡിഫറൻസ് 10 ആണ്. Then what can be said about the natural numbers which are divisible by 5 and lie in between these two numbers? അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾ എടുത്ത് നോക്കാം. 10 ഡിഫറൻസ് വരണം. 15, 25 10 ഡിഫറൻ്റ് ആണ്. 12, 22 10 ഡിഫറൻ്റ് ആണ്. 17, 27 ഇതൊക്കെ 10 ഡിഫറൻസ് ആണ്. ഇങ്ങനെ കുറച്ച് ഒരു 2-3 എണ്ണം എടുത്തു എന്ന് വിചാരിച്ചു. ഇതിൻ്റെ ഇടയിൽ വരുന്ന 5ൻ്റെ മൾട്ടിപ്പിൾസ് ഏതാ വരിക? 15ൻ്റെ 20 മാത്രമേ വരുന്നുള്ളൂ. 12ൻ്റെ 22ൻ്റെ ഇടയിലാണെങ്കിൽ 5ൻ്റെ മൾട്ടിപ്പിൾ ഏതൊക്കെ വരും? 15 വരും, 20 വരും. 17ൻ്റെ 27ൻ്റെ ആണെങ്കിൽ 20 വരും, 25 വരും. അപ്പോൾ 1 വരാം, 2ഉം വരാം അല്ലേ? 5ൻ്റെ മൾട്ടിപ്പിൾസ് 1ഓ വരാം, 2ഓ വരാം, നമുക്ക് അറിയില്ല. അപ്പോൾ ദർ ഈസ് ഓൺലി 1 സച്ച് നമ്പർ എന്ന് പറഞ്ഞാൽ തെറ്റാ? വേണേ 2 വരാലോ. ദർ ആർ ഓൺലി 2 സച്ച് നമ്പർ എന്ന് പറഞ്ഞാൽ തെറ്റാ? 1ഉം വരാലോ. ദർ ക്യാൻ ബി മോർ ദാൻ 1 എന്ന് പറഞ്ഞാൽ അത് ഓക്കെ ആണ്. അപ്പോൾ ദർ ക്യാൻ ബി മോർ ദാൻ 1. അപ്പോൾ സി ആണ് അവിടുത്തെ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഇതെന്ന് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇപ്പോൾ 2025 ആൻസർ ചെയ്ത ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ഡിസ്കഷനും കീസൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇനി എങ്ങാനും മാർക്ക് കുറവാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? ഒരിക്കലും പേടിക്കരുത്. അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾ ടെൻഷൻ ആവുമോ അല്ലെങ്കിൽ അതിൽ സങ്കടപ്പെട്ടിരിക്കുകയോ ചെയ്യാൻ പാടില്ല. CSAT ഈ കൊല്ലത്തെ CSATോടുകൂടി നമുക്ക് ഉറപ്പാണ്. CSAT നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക തന്നെ വേണം. മാത്രമല്ല CSAT അങ്ങനെ പ്രിപ്പയർ ചെയ്യാത്ത ആൾക്കാർക്കും, അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ട് പ്രിപ്പയർ ചെയ്ത ആൾക്കാർക്കും അധികം ടൈം കൊടുത്തില്ലെങ്കിൽ പോലും ക്ലിയർ ചെയ്യാൻ പറ്റും ഈ പേപ്പർ ആണെങ്കിലും. ഇത് 2023 ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. 2025 എന്ന് പറയുമ്പോൾ 2023 പോലെ ഫ്രെയിം ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. 2023 എങ്ങനെയായിരുന്നു? നമ്മൾ കോംപ്രഹെൻഷൻ കൂടുതൽ നോക്കിയിട്ട് പിന്നെ കറക്റ്റ് മാത്സ് പിക്ക് ചെയ്ത് ചെയ്യുന്ന ആൾക്കാരാണ് 2023 ക്ലിയർ ചെയ്ത്. അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുണ്ടാവുക. അപ്പം നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ എക്സാം ഹാൾ, ഞാൻ ഇതിൻ്റെ മുന്നേയും പല വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, എക്സാം ഹാൾ അപ്രോച്ചാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിങ്ങളൊന്നും പഠിച്ചില്ല എന്ന് പറഞ്ഞാലും എക്സാം ഹാളിൽ പോയിട്ട് കറക്റ്റ് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്തായിരുന്നു ചെയ്യേണ്ടത്? കോംപ്രഹെൻഷൻ ഓക്കെ ആയിരുന്നു, കോംപ്രഹെൻഷൻ കറക്റ്റായിട്ട് ചെയ്യുകയും മാത്സ് ഞാൻ ഓൾറെഡി ഈ ഡിസ്കഷൻ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ചില ക്വസ്റ്റ്യൻസ് ഭയങ്കര ഈസി ആയിരുന്നു അല്ലേ? ആ ക്വസ്റ്റ്യൻസ് പിക്ക് ചെയ്ത് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി അങ്ങോട്ട് 2026 നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പം ഈ ക്വസ്റ്റ്യൻ പേപ്പറിന് 2-3 കാര്യങ്ങൾ നിങ്ങൾ എടുക്കണം. ഒന്ന്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇവിടെ UPSC കൂടുതൽ എത്ര രീതിയിൽ ആ നമ്പർ വരുന്നുണ്ട് എന്നുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ അത് കുറച്ചും കൂടി ഡീപ്പർ നോളജ് വേണ്ടി വരും. അല്ലെങ്കിൽ കുറേ ആലോചിക്കേണ്ട ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്, അത് ടൈം എടുക്കും ചെയ്യാൻ. അപ്പം അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് ടൈമിൽ നിങ്ങൾ ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ പിന്നീട് ചെയ്യാം. രണ്ടാമതൊരു കാര്യം, ഇവിടെ ആ ഒരു ഓപ്ഷൻ ഡിയിൽ ചില ക്വസ്റ്റ്യനിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. അത് അടുത്ത കൊല്ലം കൂട്ടാൻ ചാൻസ് ഉണ്ട്. UPSC എപ്പോഴും അങ്ങനെയാണ്, പുതിയൊരു സാധനം പുതിയൊരു രീതിയിൽ ഓപ്ഷൻസ് ഒക്കെ ഫ്രെയിം ചെയ്താൽ അത് വീണ്ടും നെക്സ്റ്റ് ഇയറിലാവുമ്പം അതിൻ്റെ നമ്പർ കൂട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ
ക്യാൻ ബി ആൻസേർഡ് ഈവൻ വിത്തൗട്ട് യൂസിങ് ദ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന സാധനം അടുത്ത കൊല്ലം വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ പ്രതീക്ഷിക്കാം. മൂന്നാമത്തെ ഒരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വാല്യൂ എന്നൊക്കെ പറയുന്ന ആ നമ്പേഴ്സ് വാല്യൂ 1 വാല്യൂ 2 എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ പാനിക് ആവേണ്ട കാര്യമൊന്നുമില്ല. എക്സ് വൈ എന്ന് പറയുന്ന പോലെ പകരം വാല്യൂ 1 വാല്യൂ 2 എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ അത് വാല്യൂ 1 എന്താണ് വാല്യൂ 2 എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അത് തമ്മിലുള്ള ഒരു കമ്പാരിസൺ വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസും ആ 3 കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾ എടുക്കണം. പിന്നെ 2026 നിങ്ങൾ നന്നായിട്ട് തന്നെ CSAT പ്രിപ്പയർ ചെയ്യുക. CSAT ഇതേപോലെ തന്നെ ആവാനാണ് ചാൻസ്. ടഫ്നെസ് കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ അപ്രോച്ച് നിങ്ങളുടെ കറക്റ്റ് ആയിരിക്കണം. അത്യാവശ്യം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുകയും വേണം. ഇനി നിങ്ങൾക്ക് ഇപ്പോൾ കീയും ഡിസ്കഷൻസ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് CSAT കുഴപ്പമില്ല, നിങ്ങൾക്കൊരു കട്ട് ഓഫ് 66ന്റെ മേലെ മാർക്ക് വരുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു 1-2 ക്വസ്റ്റ്യൻസിലൊക്കെ മൊത്തത്തിൽ 2-3 ക്വസ്റ്റ്യൻസിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. നിങ്ങൾ ഏകദേശം 64, 65, 66 പ്ലസ് വരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ GSൽ നിങ്ങളിപ്പോൾ ചിലപ്പോൾ കീ നോക്കിയിട്ടുണ്ടാവും. അപ്പോൾ കീയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മാർക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ മെയിൻസും പഠിച്ചു തുടങ്ങാം. ഓക്കെ, അപ്പോൾ ശരി, നമുക്കിനി വീണ്ടും വേറെ ഏതെങ്കിലുമൊക്കെ വീഡിയോസിൽ കാണാം.